നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 10 വാതിലുകളെക്കുറിച്ചാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, 10 വാതിൽ മാത്രമാണോ സ്തോത്രം അത് യെരൂശലേമിൽ ഉള്ളത്? നോ, 10 വാതിൽ മാത്രമല്ല. സ്ഥിരം കേൾക്കുന്നത് പോലെ 12 എന്നത് ദൈവിക അധികാരത്തിൻ്റെ ചിഹ്നമാണ്. ഞാൻ ആവർത്തിക്കുന്നു, 12 എന്നത് ദൈവിക അധികാരത്തിൻ്റെ ചിഹ്നമാണ്. 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഓർഡർ എന്ന ക്രമത്തിൽ 10 വാതിലുകളെ കുറിച്ച് പറയുന്നു. എന്നാൽ 8-ാം അധ്യായത്തിലും തുറന്നു വായിക്കുമ്പോൾ സ്തോത്രം 2 വാതിലുകളെ കൂടെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇൻ്റർനെറ്റിൽ 10 വാതിലുകളെ കാണുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ആവർത്തിക്കുന്നു, ഇൻ്റർനെറ്റിൽ 10 വാതിലുകളെ കാണുവാൻ കഴിയത്തുള്ളൂ. പക്ഷേ ദൈവജനമാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർനെറ്റ് എന്ത് പറയുന്നു എന്നല്ല, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു എന്നതാണ്. സോ കോർണർ ഗേറ്റ് ആൻഡ് പ്രിസൺ ഗേറ്റ്, സ്തോത്രം അതെ 2 വാതിലുകളോട് ചേർത്ത് സ്തോത്രം 12 വാതിലുകളാണ് യെരൂശലേം പട്ടണത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിൻ്റെ അവസാനത്ത്, വേദപുസ്തകത്തിൻ്റെ അവസാനത്ത് സ്തോത്രം ഇതാ ഭർത്താവിനായി ഒരുങ്ങിയിരിക്കുന്നതായ മണവാട്ടിയായി പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. പറഞ്ഞാട്ടെ, അതിന് എത്ര വാതിലാണുള്ളത്? പുതിയ യെരൂശലേമിന് എത്ര വാതിലാണുള്ളത്? പറഞ്ഞേ, 12 വാതിലാണ്. വേദപുസ്തകം വായിക്കുന്ന ആരും വന്നിട്ടില്ല, അടുത്ത സെക്ഷനേ വരത്തുള്ളൂ. സ്തോത്രം അതെ, പുതിയ യെരൂശലേമിന് 12 വാതിലുകളാണ് ഉള്ളത്. പുതിയ യെരൂശലേമിന് 12 വാതിലുണ്ടെങ്കിൽ why not it's happening for the old Jerusalem? പഴയ യെരൂശലേമിന് എന്തുകൊണ്ട് 12 വാതിൽ ഉണ്ടാകത്തില്ല? ബൈബിൾ വായിക്കുമ്പോൾ 12 വാതിലുകളാണ് ഉള്ളത്. സ്തോത്രം ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നത് കുതിരവാതിൽ, ഹോഴ്സ് ഗേറ്റ്. ഒന്നാമതായി നമ്മൾ കേൾക്കുകയുണ്ടായി സ്തോത്രം ഷീപ്പ് ഗേറ്റ്. എന്താണോ ഷീപ്പ് ഗേറ്റ് അല്ലെങ്കിൽ ആട്ടുവാതിൽ? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നതായ സ്തോത്രം വഴിയാണ് ആട്ടുവാതിൽ. കർത്താവ് യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട് കൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെടുകയുണ്ടായി. കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടത് കൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആരാധന. ഒന്നാമത്തെ ഗേറ്റ് സ്തോത്രം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം ആരാധിക്കണം എന്ന് പറയുന്നു. രണ്ടാമത്തെ ഗേറ്റ് നമ്മൾ കേട്ടത്, രണ്ടാമത്തെ വാതിൽ ഫിഷ് ഗേറ്റ്. രക്ഷിക്കപ്പെട്ട സകലരും ഓരോരുത്തർ ഓരോ സുവിശേഷകനാണ്, ഓരോ മിഷണറിയാണ്. നിങ്ങൾക്ക് ലഭിച്ചതായ സന്തോഷം, നിങ്ങൾക്ക് ലഭിച്ചതായ സമാധാനം, നിങ്ങൾക്ക് ലഭിച്ചതായ വിടുതൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവരാണ്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കുന്നവരെങ്കിൽ ഒരു താലന്ത് ലഭിച്ചവൻ കുഴിച്ചിട്ടതുപോലെ നിങ്ങളുടെ അനുഭവം കുഴിച്ചിടുന്നവരല്ല. പകരം സ്തോത്രം നിങ്ങൾ പോയി മറ്റുള്ളവരോട് പറയുക. ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് മുന്നിലേക്ക് പോകട്ടെ. ഒന്നുകിൽ പോകുക, ഇല്ലെങ്കിൽ അയക്കുക. ഒരിക്കൽ കൂടെ, ഒന്നുകിൽ പോകുക, ഇല്ലെങ്കിൽ അയക്കുക. എന്നാൽ ഞാൻ നിങ്ങൾ നോക്കി പറയുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷവും സമാധാനവും മറ്റുള്ളവരോട് സ്തോത്രം പറയാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. അതെ, സ്തോത്രം ഫിഷ് ഗേറ്റ്, മീൻ വാതിൽ പറയുന്നത് ഇവാഞ്ചലിസം, സുവിശേഷീകരണം. ഒരിക്കലും മാറ്റമില്ലാത്തതായ, മാറ്റാൻ പാടില്ലാത്ത ചില നടപടിക്രമങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. ഒരിക്കലും മാറത്തില്ല. ചിലപ്പോൾ നിങ്ങൾ രാജ്യങ്ങൾ മാറുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ സ്തോത്രം മറ്റ് പട്ടണങ്ങളിലേക്ക് മാറിപ്പോകും. പക്ഷേ നിങ്ങൾ എവിടെ പോയാലും ഏത് സ്ഥലത്താണെങ്കിലും ഒരിക്കലും മാറ്റമില്ലാതെ നിങ്ങൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഓൾഡ് ഗേറ്റ്, പഴയ വാതിൽ സ്തോത്രം അത് അർത്ഥമാക്കുന്നത്. ദ പ്രിൻസിപ്പിൾ നെവർ ചേഞ്ചസ്. സ്തോത്രം ചില ദൈവിക തത്വങ്ങൾ ഒരിക്കലും മാറുന്നതേയില്ല. മൂന്നാമതായി പഴയ വാതിൽ. നാലാമത് സ്തോത്രം അതെ വാലി ഗേറ്റ്, താഴ്വരവാതിൽ. താഴ്വരവാതിൽ എന്ന് പറയുന്നത് അത് ലീനിങ് ആൻഡ് ലേണിംഗ്. ഒരിക്കൽ കൂടെ, ലീനിങ് ആൻഡ് ലേണിംഗ്. കാരണം കർത്താവിൽ നമ്മൾ ലീൻ ചെയ്യുന്നത്, കർത്താവിൽ നമ്മൾ ചാരുന്നത് നമ്മുടെ താഴ്മയുടെ സമയത്താണ്. താഴ്വരയിലേക്ക് ദൈവം നിങ്ങളെ നടത്തുന്നത് സ്തോത്രം നിങ്ങളുടെ ഹൃദയം വിശാലമാക്കണം, നിങ്ങളുടെ തലക്കനം കുറയണം. അത് അനുഭവിച്ചിട്ടുള്ള റാമേൻ പറഞ്ഞേ സ്തോത്രം. യെസ്, താഴ്വര വാതിൽ. താഴ്വരയിലാണ് പലത് ദൈവത്തിന് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത്. സ്തോത്രം. പിന്നെ നമ്മൾ ഗംഭീരമായി കേട്ടു ഡങ്കേറ്റ്. സ്തോത്രം ഡങ്കേറ്റ് അഥവാ കുപ്പവാതിൽ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കുപ്പവാതിൽ. ഒരിക്കൽ കൂടെ, കുപ്പവാതിൽ. that talks about cleansing. ദൈവത്തിൻ്റെ ജനം അനുദിനം ദൈവകൃപയാൽ വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധി തിയറിയല്ല, വിശുദ്ധി പ്രാക്ടിക്കലാണ്. വിശുദ്ധി പ്ലാറ്റ്ഫോമിലല്ല പറയേണ്ടത്. വിശുദ്ധി സ്തോത്രം ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. കാരണം ദൈവം അശുദ്ധനല്ല. യേശു വേഗം വരുന്നു. യേശു വരുന്നത് ഞായറാഴ്ച പള്ളിയിൽ പൊങ്ങി വരുന്നതായ ഞായറാഴ്ച പൊങ്ങി വരുന്ന അന്തർവാഹിനി ക്രിസ്ത്യാനിയെ ചേർപ്പാനല്ല യേശു കർത്താവ് കടന്നു വരുന്നത്. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ ചേർപ്പാൻ കർത്താവ് കടന്നു വരുന്നു. ആ ദൈവം
പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പൻ. സ്തോത്രം. യെരൂശലേം പട്ടണത്തിൻ്റെ ഏറ്റവും ബോട്ടം, ഏറ്റവും അടിയിൽ കാണുന്നതാണ്, ഏറ്റവും താഴെ കാണുന്നതാണ് ഡങ് ഗേറ്റ് അഥവാ കുപ്പവാതിൽ. കുപ്പവാതിലിന് തൊട്ടടുത്ത് തന്നെ ഫൗണ്ടൻ ഗേറ്റ്, ഉറവവാതിൽ. ഉറവവാതിലിൻ്റെ പ്രത്യേകത ഒഴുക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഉറവവാതിൽ. ഫ്ലോയിങ് വാട്ടർ. ഫ്ലോയിങ് വാട്ടർ എവിടെയാണോ വേദപുസ്തകത്തിൽ കവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ നിറഞ്ഞു ഒഴുകുന്ന ഒഴുക്ക് വെള്ളം എന്ന് കാണിക്കുന്നത്, ഒഴുക്ക് വെള്ളം പരിശുദ്ധാത്മാവിനെയാണ് കുറിക്കുന്നത്. സ്തോത്രം. ഉറവയിൽ അല്ല അഴുക്ക് വീഴേണ്ടത്, അത് ഒഴുകിപ്പോകട്ടെ. നിങ്ങളിൽ ഒരിക്കലും അഴുക്കുകൾ, ലോകം തരുന്ന, മനുഷ്യൻ തരുന്ന അഴുക്കുകൾ നിങ്ങളിൽ തങ്ങി നിൽക്കാതെ ഒഴുകിക്കളയുന്ന ഒരു ഒഴുക്കുണ്ട്, അവനാണ് പരിശുദ്ധ ആത്മാവ്. രണ്ട് ഗേറ്റും അടുത്തടുത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇപ്പുറത്ത് കുപ്പവാതിലുകളുണ്ടെങ്കിൽ അപ്പുറത്ത് ചില സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ ഒരു ഉറവവാതിലുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുകയുണ്ടായി വാട്ടർ ഗേറ്റ്. റിച്ചാർഡ് നിക്സനുമായി യാതൊരു ബന്ധമില്ലാത്ത, സ്തോത്രം, വാട്ടർ ഗേറ്റ്. എന്താ വാട്ടർ ഗേറ്റിൻ്റെ പ്രത്യേകത? സ്തോത്രം, അത് ദൈവത്തിൻ്റെ വചനത്തെ കുറിക്കുന്നു. നിങ്ങൾ നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. മനുഷ്യൻ ഇന്ന് പകലും ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ വചനം കൊണ്ടും ജീവിക്കുന്നു. വചനത്തിൽ നിൽക്കുന്ന സഭയ്ക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ അന്യഭാഷ പറയുന്നു, നിങ്ങൾ കൈയടിക്കുന്നു, നിങ്ങൾ പ്രവചിക്കുന്നു, നിങ്ങൾ ദർശനങ്ങൾ കാണുന്നു, നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നു. പക്ഷേ അതേ സമയത്ത് എൻ്റെ ഫെയ്ത്ത് സീരീസ് പറയുന്നു, എൻ്റെ പാസ്റ്റർ പറയുന്നു, യൂട്യൂബിൽ കേട്ടു, വാട്സപ്പിൽ കേട്ടു, അല്ലെങ്കിൽ സ്തോത്രം ഫേസ്ബുക്കിൽ കണ്ടു എന്നല്ല നിങ്ങൾ പറയേണ്ടത്. പകരം സ്തോത്രം, ശത്രു മുൻപിൽ വിജയിക്കാൻ അത് ദൈവവചനം പറയുന്നു. ദൈവവചനം പറയുന്നു, കർത്താവിൻ്റെ വചനം പറയുന്നു. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവൻ ആരാധിക്കുന്നു. അവൻ സുവിശേഷകനാണ്. അവൻ സുവിശേഷം പറയുന്നു. അവന് മാറ്റമില്ലാത്ത ദൈവിക തത്വങ്ങളിലാണ് അവൻ ജീവിക്കുന്നത്. അവൻ തലക്കനമുള്ളവനല്ല, അവൻ താഴ്മയുള്ളവനായിരിക്കും. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ താഴ്മയുള്ളവൻ നാട്ടിലും ചന്തയിലുമല്ല, സഭയിലുള്ളവരാണ്. അവർ ദൈവത്തിൽ നിന്ന് അതേ താഴ്മയോടെ കാത്തിരുന്ന് അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. അവൻ അനുദിനം ശുദ്ധീകരണം പ്രാപിച്ചിരിക്കും. അവനിലൂടെ പരിശുദ്ധ ആത്മാവ് ഒഴുകും. അവൻ നിൽക്കുന്നത് ഏതോ കൊച്ചപ്പൻ്റെ അഭിപ്രായത്തിലല്ല, പകരം അവൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ആയിരിക്കും. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് നിൽക്കുന്നവൻ തൊട്ടാവാടിയായിരിക്കത്തില്ല. ഹി വിൽ ബി എ വാരിയർ. He will be a warrior. He won't be a warrior, but he will be a warrior. അവൻ സ്തോത്രം ഒരു യോദ്ധാവായിരിക്കും. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഞാനൊരു യോദ്ധാവാണ്. പറഞ്ഞാട്ടെ, ഞാനൊരു യോദ്ധാവാണ്. കടന്നു വന്നാട്ടെ. നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 28-ാം വാക്യം. ഇന്ന് പകൽക്കാലം എനിക്ക് സംബോധന ചെയ്യുവാനുള്ളത് യോദ്ധാക്കളോടാണ്. തൻ്റെ ക്രിസ്ത്യാനികളോടെയല്ല. സ്തോത്രം. സാഹചര്യം കണ്ടിട്ട് ഓടുന്നവരല്ല, പകരം യോദ്ധാക്കൾ. ശബ്ദം ഉയർത്തി വായിച്ചേ. നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. The book of Nehemiah chapter 3 verses 28. നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 28-ാം വാക്യം. കുതിരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തൻ താന്താൻ്റെ വീടിന് നേരെ അറ്റകുറ്റം തീർത്തു. പുരോഹിതന്മാർ, സ്തോത്രം, ഓരോരുത്തൻ താന്താൻ്റെ വീടിന് നേരെ അറ്റകുറ്റം തീർത്തു. ഏത് സ്തോത്രം? ഏത് മുതൽ? കുതിരവാതിൽ മുതൽ. എല്ലാവരും പറഞ്ഞാട്ടെ, കുതിരവാതിൽ. അതെ, ഹോഴ്സ് ഗേറ്റ്, കുതിരവാതിൽ. പുരോഹിതന്മാർ, സ്തോത്രം, പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു. ദൈവത്തിൻ്റെ ജനമാകുന്ന സകലരും പുരോഹിതന്മാരാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. വേദപുസ്തകം 2 വാക്യങ്ങൾ ഒരേപോലെ പറയുന്നു. നാമോ സ്തോത്രം രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. പുരോഹിതന്മാർ അത് പ്രാർത്ഥനയാണ് കുറിക്കുന്നത്. മനുഷ്യൻ്റെ കാര്യാദികളെ റെപ്രസെൻ്റ് ചെയ്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കി നിൽക്കുന്നവനാണ് പുരോഹിതൻ. ഞാൻ സ്റ്റാഫിനോട് പറയുകയാണ്, കുഞ്ഞുങ്ങളോട് പറയുന്ന AC ഓഫാണോന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്താട്ടെ. സ്തോത്രം. അതെ, ഹല്ലേലൂയ. ശ്രദ്ധിക്ക്. അതെ, സ്തോത്രം. നോക്കിയേ. അതെ, പുരോഹിതന്മാർ മനുഷ്യനെ റെപ്രസെന്റ് ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവനാണ്. മനുഷ്യനെ പ്രതിനിധീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. പുരോഹിതനാണോ? തിരുവചനം പറയുന്നു, വെളിപ്പാട് 1-5 വായിക്കുമ്പോൾ, അവർ വാഴുന്നു. പ്രാർത്ഥിക്കുന്നവൻ വാഴുന്നു. കേൾക്കുന്നവർ ആരെങ്കിലും ഒരു ആമേൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പ്രാർത്ഥിക്കുന്നവൻ വാഴുന്നു. പ്രാർത്ഥിക്കുന്ന കുടുംബം വാഴുന്നു, വ്യക്തികൾ വാഴുന്നു. പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ഒന്നും വാഴത്തില്ല, ഒരുവരും വാഴത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ
അതേ സകലത്തിന് മീതെ വാഴുന്നു. പുരോഹിതന്മാർ കുതിരവാതിൽ പണിയുകയുണ്ടായി. എന്താ കുതിരവാതിലിന്റെ പ്രത്യേകത? അക്കാലത്ത് ദാവീദിന്റെ കാലം മുതൽ നിങ്ങൾ യെരൂശലേം നോക്കിയാൽ, ദാവീദാണല്ലോ യെരൂശലേം പട്ടണം പിടിച്ചെടുത്തത്. അബ്രഹാം ആ വാഗ്ദത്തം കേട്ടു, മോശ ദൂരത്ത് നിന്ന് വാഗ്ദത്തം കണ്ടു, യോശുവ ഭാഗികമായി വാഗ്ദത്തത്തിൽ കടന്നു. പക്ഷെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദൈവദാസനാകുന്ന ദാവീദ് ആ വാഗ്ദത്തം പിടിച്ചെടുത്തു. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾ വാഗ്ദത്തം കേൾക്കാനുള്ളവരല്ല, ദൂരത്ത് നിന്ന് കാണാനുള്ളതല്ല, ഭാഗികമായി അനുഭവിക്കാനുള്ളതല്ല. നിങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞതായ സകല വാഗ്ദത്തങ്ങളും പിടിച്ചെടുക്കേണ്ടവരാണ്. അങ്ങനെ ദാവീദ് യെരൂശലേം പട്ടണം പിടിച്ചെടുത്തിട്ട് ദാവീദ് ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഏതെങ്കിലും വാതിലൂടെ അല്ല പോകുന്നത്. പഴയ വാതിലിനോടോ അതിന് മുൻപിലുള്ളതായ ഫിഷ് ഗേറ്റ്, മീൻ വാതിലൂടെയോ അല്ലെങ്കിൽ ആട്ടിൻ വാതിലൂടെയോ ഏതെങ്കിലും വാതിലൂടെ പോകാം, എങ്ങനെയെങ്കിലും പോകാം. നോ 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 നോ. ദൈവം അച്ചടക്കത്തിൻ്റെ ദൈവമാണ്. പറയേണ്ടത് മാത്രമേ നിനക്ക് പറവാൻ കഴിയത്തുള്ളൂ, ജീവിക്കേണ്ടത് പോലെ നിനക്ക് ജീവിപ്പാൻ കഴിയത്തുള്ളൂ. നോക്കിയ ഈ പുസ്തകം കുത്തുവിട്ട പുസ്തകമല്ല, ഇത് അച്ചടക്കത്തിന്റെ പുസ്തകമാണ്. ശത്രുവിന്റെ മുൻപിൽ നിങ്ങൾ ജയിക്കണമെങ്കിൽ, സാത്താന്റെ മുൻപിൽ ജയത്തിന്റെ കൊടി നിന്റെ പേരിൽ ഉയരണമെങ്കിൽ, ഇപ്പോൾ തുറച്ചു നോക്കുന്നവരുടെ മുൻപിൽ നിന്റെ തല ഉരുളുകയല്ല, തല ഉയരണമെങ്കിൽ, ഓ കമാൻ, ഇപ്പോൾ തുറച്ചു നോക്കുന്ന മുമ്പിൽ നിന്റെ തല ഉയരണമെങ്കിൽ, സ്തോത്രം, അതെ, അച്ചടക്കം നിനക്ക് ആവശ്യം. ആർമിയുടെ ടേമാണ് അച്ചടക്കം, പോലീസിന്റെ ടേമാണ് അച്ചടക്കം. സ്തോത്രം. സോ ഇതുപോലെ ദൈവത്തിന്റെ സൈന്യമാകുന്ന ഇസ്രായേൽ ജനം അവരിതാ കുതിരവാതിലൂടെ അവർ പുറത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു. സഹോദരി സഹോദരന്മാരെ, സൈന്യം കുതിരവാതിലൂടെ പുറത്തേക്ക് പോകുന്നെങ്കിൽ മറന്നു പോകല്. സ്തോത്രം. നിങ്ങളെ ജ്ഞാനം ദൈവത്തിന്റെ സൈന്യമാണ്. ഉത്തമ ഗീതം 6-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, കൊടികളോട് കൂടിയതായ ദൈവത്തിന്റെ സൈന്യം. ഒരിക്കൽ കൂടെ, കൊടികളോട് കൂടിയതായ ദൈവത്തിന്റെ സൈന്യം. നിങ്ങൾക്ക് മീതെ ഒരു കൊടിയുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം ആ കൊടിയിൽ എഴുതിയിട്ടുണ്ട്, യഹോവ മ്യൂസി. അർത്ഥം, സ്തോത്രം, യഹോവ എൻ്റെ ജയക്കൊടി. അല്ലെങ്കിൽ മറ്റൊരർത്ഥം, യേശു എന്ന നാമം. യേശു എന്ന നാമം തോറ്റിട്ടില്ല, യേശു എന്ന നാമം തോൽക്കുന്നില്ല, യേശു എന്ന നാമം നാളെ തോൽക്കാൻ പോകുന്നതും ഇല്ല. യെസ് യെസ്, യഹോവ മ്യൂസി. എന്നും എപ്പോഴും എല്ലാ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ജയമുണ്ട്. എഫെസ് ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എഫെസ് ലേഖനം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, സകല നാമത്തിനും പറഞ്ഞേ മേലായ നാമം നസ്രയനായ യേശുവിൻ്റെ നാമം. ആ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ സാത്താൻ വിറയ്ക്കുന്നു. ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ പാപം ക്ഷമിക്കപ്പെടുന്നു, രോഗങ്ങൾ മാറുന്നു, ശാപങ്ങൾ തകരുന്നു. കമാൺ, യേശു എന്ന നാമത്തിൽ ജയമുണ്ടെന്ന് അനുഭവിച്ചവർ, വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. പറയുന്നു, ഭൂമിയിൽ മനുഷ്യന് യുദ്ധസേവയുണ്ട്. അർത്ഥം, സ്തോത്രം, നിങ്ങൾക്ക് ഒരു പോരാട്ടം ഉണ്ട്, നിങ്ങൾക്കൊരു പോരാട്ടമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നമുക്കൊരു പോരാട്ടമുണ്ട്. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് കളിക്കളത്തിലല്ല, ജീവിതത്തിന്റെ പല മേടുകളിൽ, ജീവിതത്തിന്റെ പല അനുഭവങ്ങളിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. പക്ഷെ മനസ്സിലാക്കുക, യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും എന്ന് അരുളി ചെയ്തവനായ ദൈവം, അതെ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യും. ദൈവം നിങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ജയം നിന്റേത് തന്നെയായിരിക്കും. ഒരിക്കൽ കൂടെ എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഗവൺമെന്റ് അല്ല, MLA അല്ല, മന്ത്രിയല്ല, ഏതോ ഉന്നതനായ ഉദ്യോഗസ്ഥനല്ല. സ്തോത്രം. ദൈവം, യുദ്ധങ്ങളുടെ ദൈവം, സർവ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നിനക്ക് തോൽക്കുവാൻ കഴിയത്തില്ല, നിനക്ക് പിന്തിരിഞ്ഞ് ഓടുവാൻ കഴിയത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജയം നിങ്ങൾക്കുള്ളതാത്രേ, ജയം നിങ്ങൾക്കുള്ളതാത്രേ. എന്നാൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, നോക്കണമേ, കുതിരവാതിലിന്റെ പ്രത്യേകത എന്താണ്? സങ്കീർത്തനം 32:9 ഗംഭീരമായി ഡോക്ടർ പോൾ വായിക്കുകയുണ്ടായി. നിങ്ങൾ ആരെ പോലെയാകരുത്, നിങ്ങൾ ഒരിക്കലും ബുദ്ധിയില്ലാത്ത, സ്തോത്രം, കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. ഒരിക്കൽ കൂടെ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ആത്മീയരാണെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ആത്മാവിൽ വിവേചിച്ചാട്ടെ. അതെ, അതൊരിക്കലും ഭൗതികത്തിൽ, സ്തോത്രം, കൊണ്ടുപോയി
കൊണ്ടുപോകല, അല്ലെങ്കിൽ അത് ബുദ്ധിയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകല്ല. എവിടെയോ ഒരു വലിയ ആരാധന നടക്കുകയായിരുന്നു, എവിടെയോ ആൾക്കാർ അന്യഭാഷ പറയുകയായിരുന്നു. അത് റെക്കോർഡ് ചെയ്തിട്ട് അപ്പുറത്തെ കൊച്ചപ്പൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ്റെ ലബോറട്ടറിയിൽ കയറി ചെക്ക് ചെയ്യുന്നതല്ല ആത്മീയമെന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, സ്തോത്രം, ചർച്ചിൽ വന്ന് ആരാധിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ അന്യഭാഷ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കേട്ട് നിന്റെ മിനി ലബോറട്ടറികൾ ചെക്ക് ചെയ്യാൻ നിന്ന് തരുന്നവനല്ല പരിശുദ്ധ ആത്മാവ്. കാരണം പരിശുദ്ധാത്മാവ് ദൈവമാണ്. നീ പറയുന്നത് അവൻ കേൾക്കത്തില്ല, അവൻ പറയുന്നത് നീ കേട്ടേ പറ്റത്തുള്ളൂ. Come on, കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങൾ അടിച്ച്. ജൂൺ മാസത്തിൽ മീഖൽ ജീവിച്ചിരുന്നെങ്കിൽ, ഒരിക്കൽ കൂടെ 2025 ജൂൺ മാസത്തിൽ മീഖൽ ജീവിച്ചിരുന്നെങ്കിൽ അവളുടെ മൊബൈൽ ഫോണിൽ സ്തോത്രം ദാവീദിന്റെ നൃത്തം അവൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു. ദാവീദിന്റെ നൃത്തം മീഖൽ, എൻ്റെ കണ്ണി നോക്ക്, സ്തോത്രം, ദാവീദിന്റെ നൃത്തം മീഖൽ റെക്കോർഡ് ചെയ്തിട്ട് തൻ്റെ ബന്ധുക്കളെ കൊണ്ട് നീ ഇത് ആത്മീയമാണോ, ഇത് ദുരാത്മാവാണോ എന്ന് അതേ മറ്റുള്ളവനെ വിധിക്കുന്ന, മറ്റുള്ളവനെ അളക്കുന്ന മീഖളെ, നിനക്ക് സന്താനമുണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവിനെ ഒതുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിതത്തിന്റെ സകല വാതിലുകളും മേഖലകളും തുറന്നിടുന്നതാണ് ക്രിസ്തീയ ജീവിതം. Come Holy Spirit. ഇതൊരു നാടകമാണ്. ഇത് ചെയ്യുന്നവരും ഇത് കൈയടിക്കുന്നുണ്ട്. കമാൻ, സന്തോഷമുള്ള രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയില്ലാത്തതായ കുതിരയും കോബർ കഴുതിയും പോലെ ആകരുത്. അതിനർത്ഥം തിരുവചനം പറയുന്നു, സ്തോത്രം, അത് യുദ്ധത്തിനായി ദൈവം കുതിരയെ ചമയിപ്പിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? സദൃശവാക്യം 21 അധ്യായം 31 വാക്യം വായിക്കുമ്പോൾ, സദൃശവാക്യം 21:31, യുദ്ധത്തിനായി കുതിരയെ ചമയിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറഞ്ഞേ, യുദ്ധത്തിനായി കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ, കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിപ്പിക്കുന്നു. എന്തിന്? ചാകാന്, യുദ്ധക്കളത്തിൽ പോയി ചാകാന്, സ്തോത്രം, ആയുധം വെച്ച് കീഴടങ്ങാന്, നാട്ടുകാരുടെ മുൻപിൽ നാട്ടുകാരുടെ മുൻപിൽ ലജ്ജാ വിഷയമാകാന്. നോ, ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങൾ തോൽക്കത്തില്ല. നിങ്ങൾ തല കുനിയത്തില്ല, നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങത്തില്ല. നിങ്ങളുടെ വിശ്വാസ ജീവിതം, സ്തോത്രം, അതെ പരാജയമല്ല, പകരം ദൈവകൃപയാൽ നിങ്ങൾ ജയിക്കും. ഇപ്പോൾ ചുറ്റുമുള്ള ശത്രുക്കളെ മുൻപിൽ നിന്റെ തല ഉയരും. കാരണം നിന്നെ ചമയിപ്പിച്ചത് ഏതോ സെമിനാരിയല്ല, ഏതോ സംഘടനയല്ല, ഏതോ പാസ്റ്ററല്ല, ഏതോ പ്രവാചകനല്ല. നിത്യതയ്ക്ക് വേണ്ടി സഭയെ ഒരുക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ് നീ പോലും അറിയാതെ അടുത്ത് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി നിന്നെ ഇതാ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിപ്പിക്കുന്നു. മനസ്സിലാക്കണമേ, ഒരു ചമയമില്ലാതെ നിങ്ങൾക്കൊരിക്കലും സക്സസ് ഇല്ല. ഒരു ഒരുക്കമില്ലാതെ നിങ്ങൾക്കൊരിക്കലും സക്സസ് ഇല്ല. പ്ലാറ്റ്ഫോമിൽ വന്ന് വചനം പറയുന്ന ദൈവദാസന്മാർ മനസ്സിലാക്കി കയറി നിൽക്കുമ്പോൾ വരുന്നതല്ല. നോ, അതിൻ്റെ പേര് ചെറുതോണി ഡാമാണ്. അങ്ങ് തുറക്കുമ്പോൾ അങ്ങ് വരും. നോ, സ്തോത്രം, പകരം അതിൻ്റെ ഒരു ഒരുക്കമുണ്ട്. സക്സസ് ആയി ദൈവകൃപയിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒരു അധ്വാനമുണ്ട്, ഒരു ഒരുക്കമുണ്ട്. 40 വർഷക്കാലം ആരും കാണാത്ത മരുഭൂമിയിൽ ഒരു വിക്കനെ ദൈവം ഒരുക്കി. 40 വർഷം അവനെ മരുഭൂമിയിൽ ഒരുക്കി. അതുകൊണ്ട് 40 വർഷം മഹത്വത്തിൽ പൊതിയപ്പെട്ട് രാജ്യങ്ങളെ തകർത്ത് രാജാക്കന്മാരെ കീഴടക്കി 30 ലക്ഷം ജനത്തെ അവൻ മുന്നിലേക്ക് ചെമ്മേ നടത്തുകയുണ്ടായി. ഹല്ലേലൂയ. ഏതോ മോശമാരെ ഞങ്ങളുടെ മധ്യത്തിൽ ഒരുക്കും കർത്താവ്. In the name of Jesus. അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, അനാഥ കുട്ടിയായി പോയി. ഹദസ എന്ന് പറയും, എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയില്ല. എന്നാൽ ഈ ഫാദേഴ്സ് ഡേക്ക് ദൈവകൃപയാൽ ഞാൻ ഒരു ദൂത് കൈമാറട്ടെ. നിനക്ക് ലോകത്തിൽ ആരുമില്ലെങ്കിൽ സ്വർഗത്തിലൊരു അപ്പനുണ്ട്. Come on. ശബ്ദമുയർത്തി. നല്ലൊരു പപ്പയുണ്ടായിരുന്നു, മരിച്ചുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ, നല്ലൊരു അമ്മയുണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നു എങ്കിൽ, ഹല്ലേലൂയ, 24 മണിക്കൂറും ഗുഡ് നൈറ്റ് പറയാത്ത, തളരാത്ത, മയങ്ങാത്ത ഒരപ്പൻ സ്വർഗത്തിൽ നിനക്കായി ഉണ്ട്. ഹല്ലേലൂയ.
അനാഥ പെൺകുട്ടിയാണ്. ഇന്ന് പകൽ ആരോ പറയുന്നു, ഞാൻ അനാഥനാണ്, ഞാൻ അനാഥയാണ്. ഈ പകൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിനക്ക് ഭൂമിയിൽ ആരുമില്ലെങ്കിലും നിന്നെ സഹായിപ്പാൻ, എന്ത് തിന്നെന്ന് ചോദിപ്പാൻ, എന്ത് കുടിച്ചെന്ന് ചോദിപ്പാൻ, എങ്ങനെ കഴിയുന്നുവെന്ന് ചോദിപ്പാൻ ആരും ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ, എൽ ഷഡായ്, എൽ എലിയോൻ, എൽ റോയ്, നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. Hallelujah. 6 മാസം ആ കൊട്ടാരത്തിന്റെ പിൻപിൽ ആ ഒരുക്ക മുറിയിലിട്ട് ഒരുക്കിയിട്ട് സർപ്രൈസ് അവര് എസ്തേറായി ദൈവം നിർത്തി. മോശയെ ഒരുക്കിയിട്ട് പ്രവാചകനായി നിർത്തി. ഹദസ്സെ ഒരുക്കിയിട്ട് എസ്തേറായി നിർത്തി. സ്തോത്രം. ഷെപ്പർഡ് ബോയ്, ഇടയ ചെറുക്കനെ കാട്ടിൽ ഒരുക്കിയിട്ട് ജൈന്റ് കില്ലറായി ഏലാ തോർവരികിൽ നിർത്തി. ഓ കം ഓൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രതീക്ഷിച്ചത് യെരൂശലേമാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് 6000 പരീശന്മാർ യെരൂശലേമിലുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചത് ദേവാലയം യെരൂശലേമിലാണ്. എല്ലാ ശുശ്രൂഷകളും സക്രമെന്റുകളും യെരൂശലേമിലാണ്. പക്ഷെ ആരും കാണാത്തതായ നസ്രേത്തിൽ 30 വർഷക്കാലം, 30 വർഷം നസ്രേത്ത് എന്ന 400 പേരുള്ള കുട്ടി ഗ്രാമത്തിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തെ ഒരുക്കി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഒരിക്കൽ കൂടെ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന പ്രവചനത്തെ പിതാവായ ദൈവം നിവർത്തിയാക്കി. In the name of Jesus. ഏതോ തലങ്ങളിൽ ആരോ ദൈവം ഒരുക്കുന്നുണ്ട്. ഏതോ ഗ്രാമങ്ങളിൽ ദൈവം ആരോ ഒരുക്കുന്നുണ്ട്. കൊടുങ്കാടുകൾ പോലെയുള്ള ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ആരോ ദൈവം ഒരുക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട മരുഭൂമിയിൽ ആരോ ഒരുക്കുന്നുണ്ട്. ആരുമില്ല എന്ന് പറയുന്ന ആരെയോ ഈ തലമുറയിൽ ചരിത്രം മെനയുവാൻ, ഓ ലോർഡ്, ചരിത്രം മെനയുവാൻ ദൈവം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി പറ, ഒരുക്കം കർത്താവേ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ അപ്പന്റെ പ്രോഗ്രാമിലാണ് നീ ആയിരിക്കുന്നത്. ഈ ഫാദേഴ്സ് ഡേ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടില്ലാത്ത വലിയ പദ്ധതിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ഒരു യുദ്ധ കുതിരയായി നിന്നെ കണ്ടിരിക്കുന്നു. ഒരു യുദ്ധ കുതിരയായി നിന്നെ കണ്ടിരിക്കുന്നു. നീ കോവർ കരുതയല്ല, പകരം രാജാതി രാജാവിനെ ചുമക്കുന്ന ഒരു കുതിരയാണ്. In Jesus' name. Hallelujah. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ഹാൾ വിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ മേൽ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുക. അടുത്ത ദിവസം നീ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിലെത്തുമ്പോൾ, ഓഫീസിലെത്തുമ്പോൾ അറ്റ്മോസ്ഫിയർ നീ നിമിത്തം മാറിയിരിക്കും. നീ നിമിത്തം മാറിയിരിക്കും. ഒരു വാഹനത്തിൽ നീ കാലെടുത്ത് വയ്ക്കുമ്പോൾ അന്തരീക്ഷം മാറിയിരിക്കും. ഒരു വാഹനത്തിൽ നീ കാലെടുത്ത് വയ്ക്കുമ്പോൾ ദൂതന്മാർ ആക്റ്റീവായിരിക്കും. നീ കയറുന്ന ബസ് കുഴിയിലും കൊക്കയിലും വീഴാത്തത് നീ അതിലുള്ളത് കൊണ്ടാണ്. നീ ഉള്ളതായ പ്ലെയിൻ തകർന്നു പോകാത്തത് നീ അതിൽ ഉള്ളത് കൊണ്ടാണ്. നീ കയറുന്നതായ ട്രെയിൻ അതേ പാളം തെറ്റാത്തത് നീ അതിൽ ഉള്ളത് കൊണ്ടാണ്. നിന്നെ കാക്കേണ്ടതിന്, അതേ നിന്നെ കാക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. യെസ്, നിനക്കൊരപ്പനുണ്ട്. നീ ഒരു ഭാരം ചുമക്കുന്ന കഴുതയല്ല, പകരം രാജാതി രാജാവിനെ ചുമക്കുന്നതായ ഒരു കുതിരയാണ്. നിങ്ങൾ ചോദിക്കാം, അങ്കിൾ യുദ്ധ ദിവസത്തിന് വേണ്ടി ഒരു കുതിരയെ ചമയിപ്പിക്കുന്നു. ദൈവം എങ്ങനെയാണ് കുതിരയെ ചമയിപ്പിക്കുന്നത്? 3 കാര്യം വേഗത്തിൽ പറയട്ടെ. നമ്പർ 1, ഒന്നാമത് കുതിരയ്ക്കുള്ളത് സ്തോത്രം. അതെ, ഒന്നാമത് കുതിരയ്ക്കുള്ളത് കടിഞ്ഞാണാണ്. എവിടെ എഴുതിയിരിക്കുന്നു? 32-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം ഓൾറെഡി നിങ്ങൾ വായിച്ചു കേട്ടതാണ്. സ്തോത്രം 32:9. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെയാകരുത്. ശബ്ദം ഉയർത്തി വായിക്കുക. അവരുടെ ചമയങ്ങളായ കടിഞ്ഞാണ്. നമ്പർ 1, ഒന്നാമത് സ്തോത്രം. വേദപുസ്തകം പറയുന്നു കടിഞ്ഞാണ്. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, കടിഞ്ഞാണ് വേണം. പെട്ടെന്ന് പറഞ്ഞേ, കടിഞ്ഞാണ് വേണം, കടിഞ്ഞാണ് വേണം, കടിഞ്ഞാണ് വേണം, കടിഞ്ഞാണ് വേണം. സഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള 9 വരങ്ങളാണ്. 9 മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 9 മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ സെക്കൻഡ് സർവീസിന് ചിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു 10 വരമാണോ ഉള്ളത്. കാരണം ഗിഫ്റ്റ് ഓഫ് ടോക്കിംഗ്, ഗിഫ്റ്റ് ഓഫ് ടോക്കിംഗ്. എന്തൊരു ശാന്തതയെ നോക്ക്. ഹലോ, ഗിഫ്റ്റ് ഓഫ് ടോക്കിംഗ്. എപ്പോഴും സംസാരിച്ചിട്ടിരിക്കണം. തത്തമാ പൂച്ച പൂച്ച, എപ്പോഴും സംസാരിച്ചിട്ടിരിക്കണം. സൂക്ഷിച്ചോ, മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചോ. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലില്ലാത്ത നാവ് വിളയ്ക്കുമ്പോൾ സൂക്ഷിച്ചോ. നീ പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ എണ്ണി എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ബ്രദർ സുരേഷ് ബാബു അല്ല പറയുന്നത്, മത്തായി 12:36 പറയുന്ന. നീ പറയുന്ന ഓരോ വാക്കും, ഫോണിൽ പറഞ്ഞത്,
രഹസ്യത്തിൽ പറഞ്ഞത്, നേരിട്ട് പറഞ്ഞത്, പരോക്ഷമായി പറഞ്ഞത്. എന്തൊരു ശാന്തത! പിൻ ഡ്രോപ്പ് സൈലന്റ്, ചങ്കിന് കുത്തുന്ന വർത്തമാന ഈ മഴക്കാലത്ത് വരുന്നത്. സ്തോത്രം. നീ പറയുന്ന ഓരോ വാക്കിനും നോക്കേ, സ്തോത്രം, എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നീ അതേ വിഴുപ്പ് ചുമക്കുന്ന കഴുതയാകാതെ ഈ പുസ്തകം പറയുന്ന കുതിരയാകാൻ. വിഴുപ്പലക്കുന്ന ചേച്ചിമാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കങ്ങ് നിർത്താം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. വിഴുപ്പലക്കുന്ന ചേച്ചിമാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കങ്ങ് നിർത്താം. എന്താ ഒരു ആമേൻ ഇങ്ങ് എത്തുന്നില്ലല്ലോ? കാര്യം എന്താണെന്നറിയോ? സ്തോത്രം. ദൈവം തന്നെ വിളിച്ചത് വല്ലവന്റെ വിഴുപ്പ് ചുമക്കുന്നതായ കഴുതയായിട്ടല്ല, അവന്റെ മഹത്വ സാന്നിധ്യം ചുമക്കുന്ന കുതിരയായിട്ടാണ്. വാക്യം 10:19 പറയുന്നു, വാക് പെരുപ്പത്തിൽ വ്യർത്ഥതയുണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. വാക്യം അറിയാത്തവരും അറിഞ്ഞവരും എല്ലാവരും പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി. വാക് പെരുപ്പത്തിൽ വ്യർത്ഥതയുണ്ട്. വാക് പെരുപ്പത്തിൽ വ്യർത്ഥതയുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, വായുള്ള എല്ലാവരും സംസാരിക്കട്ടെ എന്നല്ല. ഒരിക്കൽ കൂടെ, വായുള്ള എല്ലാവരും സംസാരിക്കട്ടെ എന്നല്ല. ഉറങ്ങിയിരുന്ന ചേച്ചി കണ്ണു തുറന്നു. ഒരിക്കൽ കൂടെ, വായുള്ള എല്ലാവരും സംസാരിക്കട്ടെ എന്നല്ല ബൈബിൾ പറയുന്നത്. 4 റെഫറൻസ് എനിക്ക് പറയാനുണ്ട്. മത്തായി 11:15, മത്തായി 13:9, വെളിപ്പാട് 2:7, വെളിപ്പാട് 3:22. അപ്പോസ്തലന്മാരല്ല പറഞ്ഞത്, ദൂതനല്ല പറഞ്ഞത്, യേശു കർത്താവ് പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2 പ്രാവശ്യം ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ്, ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് 2 പ്രാവശ്യം പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും കർത്താവ് സ്തോത്രം അക്കാര്യം അത് മറന്നില്ല. അവൻ ആവർത്തിച്ചു പറഞ്ഞു. വായുള്ളവനെല്ലാം തിരുവനന്തപുരത്ത് സംസാരിക്കട്ടെ എന്നല്ല, വായുള്ളവൻ സംസാരിക്കട്ടെ എന്നല്ല, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാരണം ബൈബിൾ പറയുന്നു, കേൾപ്പാൻ വേഗതയും പറയാൻ താമസം. അതാണ് നിന്റെ സക്സസ്. നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യം അതാണ്. കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും. ഒരിക്കൽ കൂടെ, കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും. അതാണ് നിന്റെ ജീവിതത്തിൻ്റെ രഹസ്യം. 10 കള്ളസാക്ഷികളിൽ നിന്ന് ഓവർ വാചകമടിച്ചു. അയ്യോ, അവിടെ ഞങ്ങൾ പോയപ്പോഴേ അനാക്യ വല്ലന്മാര്, അമ്മാരെ ഉയരം, അമ്മാരെ വീതി, നീളം, സ്തോത്രം, അതേ എക്സാജുറേറ്റ് ചെയ്ത് ആവശ്യമില്ലാതെ സംസാരിച്ച്, ആവശ്യമില്ലാത്ത വളിപ്പടിച്ച്, ആവശ്യമില്ലാത്ത കഥ പറഞ്ഞു. അതുകൊണ്ട് ആർക്ക് പോയി? പറഞ്ഞവർക്ക് പോയി. മാനസാന്തരപ്പെട്. സ്തോത്രം. ഏതോ പഴയ പള്ളിയിലെ പാതിരി പറഞ്ഞതല്ല എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാടെ. സ്തോത്രം. ഒന്നാമത് നിനക്ക് ആവശ്യം കടിഞ്ഞാണ്. നിനക്ക് ആവശ്യം. കാരണം നീ തോറ്റോടിയ പടയല്ല, നീ മുന്നേറുന്ന ക്രിസ്തുവിന്റെ സൈന്യമാണ്. ഒരിക്കൽ കൂടെ, കുഞ്ചൻ നമ്പ്യാരുടെ തോറ്റോടിയ പടയല്ല, മുന്നേറുന്നതായ ക്രിസ്തുവിൻ്റെ സൈന്യമാണ്. മുന്നേറുന്നവൻ പറയും, സ്തോത്രം, അതെ, എനിക്കൊരു കടിഞ്ഞാനുണ്ട്, ഞാനൊരു കുതിരയാണ്. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, എനിക്ക് കടിഞ്ഞാനുണ്ട്. മോത്തോയി പറ, എനിക്ക് കടിഞ്ഞാനുണ്ട്. നമ്പർ 2, രണ്ടാമത് ബ്രിഡിൽ, മുഖപ്പട്ടയുണ്ട്. എനിക്ക് മുഖപ്പട്ടയുണ്ട്. ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ നേരമില്ല, സമയം പോകുന്നു. സ്തോത്രം. രണ്ടാമത് മുഖപ്പട്ടയുണ്ട്. ദാറ്റ് മീൻസ് വെൽ ഫോക്കസ്ഡ്. വളരെ സ്തോത്രം, ഞാൻ ഫോക്കസ്ഡ് ആണ്. എനിക്ക് കൃത്യമായി സ്തോത്രം ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുമ്പോൾ സ്തോത്രം, എനിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അങ്ങും നോക്കിയാൽ കിരീടം എനിക്ക് കിട്ടത്തില്ല. ആ പാട്ട് പാടിയിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അങ്ങും നോക്കിയാൽ കിരീടം കിട്ടത്തില്ല. അവളെ സാരിയും മറ്റവളെ ചുരിദാറും യവൻ്റെ ഷർട്ടും മറ്റവൻ വന്ന കാറിൻ്റെ ടയറും എനിക്ക് കാണാൻ നേരമില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി എബ്രാലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, എബ്രാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. തിരുവചനം പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. പിള്ളേരെ സ്തോത്രം. സ്കൂളിൽ പോകുമ്പോൾ ഈ പിള്ളേരെ സ്കൂളിൽ പോകുമ്പോൾ ഈ മഴക്കാലത്ത് പേരൻസ് എന്താ പറയുന്നത്? മക്കളെ, സ്തോത്രം, കണ്ട് നടക്ക് എന്നല്ലല്ലോ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? പറ. നോക്കി നടക്ക്. വല്ല പഴത്തൊലിയിലും ചവിട്ടാതെ, വല്ല മാങ്ങത്തൊലിയിലും ചവിട്ടാതെ, സ്തോത്രം, അതേ നോക്കി നടക്ക്. കണ്ണുണ്ടെന്ന് വിചാരിച്ച് കാണാനുള്ളതല്ല. സ്തോത്രം. ഒന്ന് നോക്കി, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ തിരിയണം. കാക്കയാണെങ്കിൽ നന്നായി തഴുകും, പ്രാവാണെങ്കിൽ അകലും. ഹല്ലേലൂയ. അശുദ്ധി കണ്ടാൽ കാക്കയാണെങ്കിൽ അശുദ്ധിയോട് അടുക്കും, എന്നാൽ പ്രാവ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല.
അശുദ്ധി കണ്ടാൽ അത് പറന്ന് അകലും. നിങ്ങൾ അശുദ്ധിയോട് അടുക്കുന്നവരാണോ? നിങ്ങൾ അശുദ്ധിയോട് അകലുന്നവരാണ്. ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അശുദ്ധിയിൽ നിന്ന് അകന്ന് നടക്കുന്നവരാണ്. തിരുവചനം പറയുന്നു, 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം, അതെ 2-ാം വാക്യം. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്: നോക്കാനും പറ്റും, കാണാനും പറ്റും. കണ്ണുണ്ടെന്ന് വിചാരിച്ച് ലോകത്തിലുള്ള എല്ലാം കണ്ട് നടക്കല്ല. ഇന്റർനെറ്റിലുള്ള എല്ലാം കണ്ട് നടക്കല്ലേ. കണ്ണുണ്ട്, നെറ്റുണ്ട്, ഫാസ്റ്റ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ മറ്റേ സ്തോത്രം സ്മാർട്ട് ഫോൺ ഉണ്ട്, കണ്ട് നടക്കല്ലേ. കാരണം അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണോട് കൂടി നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചോ. 2 ശമൂവേൽ 11-ാം അധ്യായം 2-ാം വാക്യം. ഒരു ദിവസം സ്തോത്രം ദാവീദ് തൻ്റെ കൊട്ടാരത്തിന് മുകളിൽ നിന്ന് അതേ നോക്കുകയായിരുന്നു. ദാവീദ് പട്ടണത്തിലാണ് ദാവീദ് പാർത്തിരുന്നത്. സിറ്റി ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ കൊട്ടാരം ദേവാലയത്തിൻ്റെ തൊട്ട് താഴെയാണ്. അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള സകല വീടുകൾ. അപ്പോൾ ദാവീദിൻ്റെ മട്ടുപ്പാവിൽ നിന്നാൽ സ്തോത്ര കോവളത്തെ മറ്റേ ഹോട്ടൽ നിൽക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ബാക്കിയുള്ളവൻ്റെ ടെറസ് കാണുന്നത് പോലെ അതെ ബാക്കിയുള്ളവരുടെ വീടും ബാക്കിയുള്ളവൻ്റെ ഒക്കെ കാണേണ്ട സകല സാഹചര്യം ഉണ്ടായിരുന്നു. ഊരിയാവ് ദാവീദിൻ്റെ ഏറ്റവും അടുത്ത സ്തോത്രം ഒരു ജനറലായിരുന്നു. ദാവീദിന് 13 ജനറൽസ് ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഊരിയാവ്. മിക്കവാറും തിയോളജിയന്മാർ ഇങ്ങനെ പറയുന്നു, ദാവീദിനോട് കൊട്ടാരത്തിൽ നിന്ന് അധികം അകലാത്തതായ അകലമില്ലാത്തതായ ഒരു സ്ഥലത്തായിരുന്നു സ്തോത്രം ഊരിയാവിൻ്റെ വീട്. അർത്ഥം ദാവീദിൻ്റെ അയൽവാസിയായിരിക്കും മിക്കവാറും സ്തോത്രം ഊരിയാവ്. ആ ഉച്ചയ്ക്ക് ശേഷം സമയത്ത് അവൻ കണ്ണുകൊണ്ട് സ്തോത്രം അതെ അവനങ്ങ് നിന്ന് നോക്കി. കണ്ടിട്ട് മാറണമായിരുന്നടാ, കണ്ടിട്ട് മാറണമായിരുന്നു, ഓടണമായിരുന്നു അവിടുന്ന്. കാരണം തിരുവചനം പറയുന്നു, യൗവന മോഹങ്ങളെ വിട്ടോടി. എൻ്റെ ദൂതിതാണ്, നീ കഴുതയല്ല, നീ കുതിരയാണ്. അതുകൊണ്ട് രാജാവായിരുന്ന സ്തോത്രം ആ മനുഷ്യൻ കഴുതയ്ക്ക് സമാനമായി തകർക്കപ്പെട്ടു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. നിനക്കൊരു മുഖപ്പട്ട ആവശ്യമായിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആവശ്യമില്ലാത്തതൊന്നും ഞങ്ങൾ കാണാതവണ്ണം ഞങ്ങൾക്കൊരു മുഖപ്പട്ട കർത്താവ് നൽകിത്തന്ന് കാണേണ്ടത് മാത്രം കാണുവാൻ, കാണേണ്ടവരെ മാത്രം കാണുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഒരു ദിവസം കാണേണ്ടതിനെ മാത്രം കാണാൻ, കാണേണ്ടവരെ മാത്രം കാണുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നിത്യതയിൽ വിശ്രമിക്കുന്ന വലിയൊരു ദൈവത്തിൻ്റെ ദാസനുണ്ട്. സ്തോത്രം അതെ മൈൽസ് മെൻട്രോ ഇപ്രകാരമാണ് പറയുന്നത്, ഡു നോട്ട് ബി അവൈലബിൾ ഫോർ ഓൾ ദ പീപ്പിൾ. എല്ലാവരും ആരവിടെ എന്ന് എന്നപ്പോ ഓടിച്ചെല്ലല്ല, ആവശ്യമുള്ളവരുടെ അടുക്കൽ മാത്രം പോ. യേശു ആവശ്യമില്ലാത്തവരുടെ അടുക്കൽ പോയില്ല, യേശു ആവശ്യമുള്ളവരുടെ അടുക്കൽ മാത്രം പോയി. പലരും പറയാറുണ്ട്, അവൈലബിൾ ആകണം ബ്രദർ, അവൈലബിൾ ആകണം വിത്തിൻ ബ്രാക്കറ്റ് ക്യാപിറ്റൽ ലെറ്റർ. ഞാൻ പറയുന്നു ആവശ്യമുള്ളവർക്ക്. അല്ലാതെ നിന്നെ എനിക്കൊന്ന് കാണാൻ നോക്കി, ചേച്ചി ഞാൻ ഷോ ഹോഴ്സ് അല്ല, ഞാൻ വാർ ഹോഴ്സാ. ആരവിടെ എന്ന് പറയുമ്പോൾ അടിയനിതാ ദൈവദാസൻ, നോ കിട്ടത്തില്ല. ഹല്ലേലൂയ. ആവശ്യമുള്ളിടത്ത് യേശു അവൈലബിൾ ആയിരുന്നു. അവൻ സ്തോത്രം പൊല്ലാത്ത ഇടയനല്ല, അവൻ നല്ല ഇടയനാണ്. ആവശ്യമുള്ളിടത്ത് ബി അവൈലബിൾ ആയിരിക്കുക. നിനക്കൊരു കടിഞ്ഞാനുണ്ട്, നിനക്കൊരു മുഖപ്പട്ടയുണ്ട്. നമ്പർ 3, മൂന്നാമത്, നീ ഒരു യുദ്ധ കുതിരയായി ദൈവം നിന്നെ ചമയിക്കുമ്പോൾ നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു വാർ ഹോഴ്സ് ആകുവാൻ നിനക്കൊരു സ്തോത്രം ചമ്മട്ടിയുണ്ട്. അതിനർത്ഥം സ്തോത്രം ദൈവം നിന്നെ ശിക്ഷിക്കും. ചില സമയത്ത് ദൈവം നിന്നെ ശിക്ഷിക്കും. ആ ശിക്ഷയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ന്യായവിധി എന്നല്ല, പകരം സ്തോത്രം ബാലശിക്ഷ എന്നാണ്. കമാൻ, ന്യായവിധി നിനക്കുള്ളതല്ല. ഈ ഫാദേഴ്സ് ഡേക്ക് ഞാൻ നിങ്ങളെ നോക്കി സന്തോഷത്തോടെ ആവേശത്തോടെ വിളിച്ചു പറയട്ടെ, നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല, ന്യായവിധി നിന്നിൽ നിന്ന് മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ആരെയും നിന്നെ നോക്കി നീ തൊലയും, നീ ത്യാഗം, നിനക്ക് അങ്ങനെ വരും, നിനക്കിങ്ങനെ വരും, നിനക്ക് നിന്റെ കൃപാവരം നഷ്ടപ്പെടും, നിന്റെ ശുശ്രൂഷ പൊളിക്കും എന്ന് പറഞ്ഞെങ്കിൽ സ്തോത്രം ഞാൻ പറയുന്നു, നടക്കത്തില്ല മക്കളെ, നടക്കത്തില്ല. കാരണം ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സ്തോത്രം. ആരാണോ തിന്മ പറയുന്നത് അത് അവർക്ക് ഭവിക്കത്തേയുള്ളൂ, നിനക്ക് ഭവിക്കത്തില്ല. സ്തോത്രം. എന്നാൽ നിന്റെ ലൈഫിൽ നീ നടക്കേണ്ടതുള്ള വഴിയിൽ മാത്രം നടക്കേണ്ടതിന് ദൈവം നിന്റെ ജീവിതത്തിൽ നൽകുന്നത് ബാലശിക്ഷ മാത്രമാണ്. എബ്രായലേഖനം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ.
എബ്രായലേഖനം 12-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, നിങ്ങൾ കൗടീലന്മാരത്രേ. ലൈഫിൽ ബാലശിക്ഷ ദൈവം തന്നിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തിയാണ്. യെസ്, ബാലശിക്ഷ എന്താണെന്നറിയോ? സ്തോത്രം. ആ ബാലശിക്ഷ നിൻ്റെ ലൈഫിൽ ദൈവം തന്നെങ്കിൽ അപ്പം നിന്നെ സ്നേഹിക്കുന്നു. നാളെ നീ തൊലയാതിരിക്കേണ്ടതിന്, നാളെ നീ തകരാതിരിക്കേണ്ടതിന് സ്തോത്രം ബാലശിക്ഷ തന്ന് ദൈവം നിന്നെ നടത്തുന്നു. ശ്രദ്ധിച്ച് കേൾക്ക്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചല്ല ബാലശിക്ഷ ദൈവം തരുന്നത്, അത് പ്രൈവറ്റാണ്. നല്ല അപ്പന്മാർ, വിവരമുള്ള അപ്പന്മാർ, സ്തോത്രം. ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഫാദേഴ്സ് ഡേ ആണ്. വിവരമുള്ള അപ്പൻ ശിക്ഷിക്കുന്നത് ചന്തയിലിട്ടല്ല പിള്ളേരെ ശിക്ഷിക്കുന്നത്. വിവരമുള്ള അപ്പൻ അടച്ചിട്ട റൂമിനകത്തിട്ടാണ് പിള്ളേരെ ശിക്ഷിക്കുന്നത്. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചല്ല, സ്തോത്രം, പ്രൈവറ്റായിട്ടാണ് ശിക്ഷിക്കുന്നത്. പ്രൈവറ്റായി ശിക്ഷിച്ച് ആ കൊച്ചിൻ്റെ കണ്ണ് നീർ തീരുന്നതിന് മുൻപ് ഒരു ചില മിനിറ്റ് കഴിഞ്ഞിട്ട് അതേ അപ്പൻ പോയിട്ട് പറയും, പപ്പ മോനെ തള്ളിയത് കൊണ്ടല്ല അടിച്ചത്, അല്ലെങ്കിൽ പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല സ്തോത്രം പപ്പ തല്ലിയത്, പകരം സ്തോത്രം ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇനി അത് ചെയ്യല്ലേ, ഇനി അത് പറയല്ലേ, ഇനി ആ മലയാളത്തിൻ്റെ പേപ്പർ പൂഴ്ത്തി വയ്ക്കല്ലേ. ഹല്ലേലൂയ. ചെറുക്കന് 10, 22, 23 വയസ്സായി. 8ാം ക്ലാസ്സിൻ്റെ മലയാളം പേപ്പർ ഇതുവരെ പാരൻസ് കണ്ടിട്ടില്ല. കമ്മൺ, കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളതായ അപ്പൻ ശിക്ഷയ്ക്ക്. ഹല്ലേലൂയ. ഉദാഹരണമായി മോശയെ ശിക്ഷിച്ചെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു റിസംബ്ലൻസ് ഞാൻ പറയട്ടെ. മരുഭൂമിയിൽ വെച്ച് ദൈവം പറഞ്ഞു, സ്തോത്രം, നീ നിൻ്റെ കരത്തെ ആ കോട്ടിനകത്തേക്ക് ഇട്. അവൻ ആ കരത്തെ കോട്ടിന് അകത്തേക്കിട്ട് അവൻ പുറത്തേക്ക് ഇടുന്നു. അയ്യോ കർത്താവേ, കുഷ്ഠം. ഒരിക്കൽ കൂടെ ഇട. അപ്പം പറഞ്ഞു, ഒരിക്കൽ കൂടെ ഇട്ട് പുറത്ത് വന്നു. അയ്യോ, ആശ്വാസമായി. ആരും അറിയണ്ട കേട്ടോ മോശേ, നമ്മൾ ഈ ചെയ്തതുണ്ടല്ലോ, ആരും അറിയണ്ട കേട്ടോ. കാരണം നാളെ ആ 10 ബാധ ഈ കയ്യിലൂടെ അങ്ങ് വെളിപ്പെടുമ്പോൾ നാളെ വടി നീട്ടി ചെങ്കടലേ എന്ന് പറയുമ്പോൾ, ചെങ്കടൽ വിഭാഗിക്കപ്പെടുമ്പോൾ ആ വടിയെടുത്ത് ഓരോ പർവ്വതത്തിലെ ആ പാറ അടിക്കുമ്പോൾ, ഓ സ്തോത്രം, അത്ഭുത അടയാളം വരുമ്പോൾ, പിന്നെ ആ കാടപ്പക്ഷി വരുമ്പോൾ, മഞ്ഞ പെയ്യുമ്പോൾ, നീ അഹങ്കരിക്കരുത്. എന്തൊരു കയ്യാ, എന്തൊരു കയ്യെന്നാ, നീ അഹങ്കരിക്കാതിരിക്കാൻ. കാത്തോളപ്പാ. കൃപയാലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് നിനക്ക് ഉത്തമ ബോധ്യം വരാൻ ഒരിക്കൽ കൂടെ, കൃപയാലാണ്. നിൻ്റെ മുൻപിൽ ഭക്ഷണം വന്നത് കൃപയാലാണ്. നിനക്കുള്ള സാലറി കൃപയാണ്. നിൻ്റെ പദവി കൃപയാണ്. നിനക്ക് എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കഴിവല്ല, നിൻ്റെ ഗ്ലാമറല്ല, കർത്താവിൻ്റെ കൃപയാണ്. സ്തോത്രം. അതേ, അപ്പച്ചൻ നിനക്ക് ബാലശിക്ഷ നൽകുന്ന. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒറ്റ എണ്ണം തൊലയത്തില്ല, നിങ്ങൾ ഒറ്റ എണ്ണം തകരത്തില്ല. നിങ്ങൾ ഒരിക്കലും സെക്കൻഡ് കാറ്റഗറി അല്ല. ഈ സമൂഹത്തിൽ, ഈ രാജ്യത്തിൽ, ഈ തലമുറയിൽ യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വാർ ഹോഴ്സസായി, ചാമ്പ്യൻസായി യേശു കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവകൃപയാൽ നിങ്ങൾ നിൽപ്പാൻ പോകുന്നു, നിങ്ങൾ ഓടാൻ പോകുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ ഹൈ ഫേ കൊടുത്ത് പറ, അത് നമുക്കുള്ള അനുഗ്രഹം. പറഞ്ഞാട്ടെ, നമുക്കുള്ള അനുഗ്രഹം. ഈ ഫാദേഴ്സ് ഡേക്ക് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാനാണ് വന്നത്. സ്തോത്രം. ഈ തലമുറയിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ സെക്കൻഡ് കാറ്റഗറി അല്ല, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ തല കുനിഞ്ഞത്തില്ല. അനേകർ തല കുനിഞ്ഞ കോളേജസിൽ നിങ്ങളുടെ തല ഉയർത്തി മാത്രമേ പുറത്തിറങ്ങത്തുള്ളൂ. നിങ്ങളുടെ അപ്പന് നീ ഒരു അനുഗ്രഹമാണ്, നിൻ്റെ അമ്മയ്ക്ക് നീ ഒരു അനുഗ്രഹമാണ്, നിൻ്റെ ചർച്ചിന് നീ ഒരു അനുഗ്രഹമാണ്, ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന് നീ ഒരു നെടുംതൂണാണ്. നീ ഒരിക്കലും തോൽക്കത്തില്ല, ജയം തന്നെ നീ പ്രാപിക്ക്. കരങ്ങളെ അടിച്ച് ഉത്സാഹത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. കാരണം നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു വാർ ഹോഴ്സാണ്. സ്തോത്രം. അതേ, നീ ഞാനും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാനും ദൈവദാസൻ എന്ന് പറഞ്ഞ് നടക്കുന്നതായി ഒരു ഷോ അല്ല, പകരം സക്സസിനായി, ജയത്തിനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം പറയുന്നു, നാമോ
നമ്മെ സ്നേഹിച്ചൊരു മുഖാന്തരം പറഞ്ഞ മക്കളെ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇംഗ്ലീഷിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. വി ആർ മോർ ദാൻ കോൺകേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ചാമ്പ്യൻ്റെ 7 ലക്ഷണം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. നമ്പർ 1, സ്തോത്രം. ഒരു ചാമ്പ്യൻ്റെ ലക്ഷണം, ഒരു വാർ ഹോഴ്സായി ദൈവകൃപയാൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിന്റെ ഒന്നാമത്തെ ലക്ഷണം, there will be peace with your past. There will be peace with your past. നിന്റെ ഇന്നലകളെ കൊണ്ട് നിനക്ക് സമാധാനമുണ്ടായിരിക്കും. നിന്റെ ഇന്നലകളെ കൊണ്ട് നിനക്ക് സമാധാനമുണ്ടായിരിക്കും. ഇന്നലകളെ സമാധാനം ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കിക്കൊള്ളണം. ഒരിക്കൽ കൂടെ, ഇന്നലകളെ കൊണ്ട് സമാധാനമില്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കിക്കൊള്ളണം. വൈ? എന്തുകൊണ്ട്? പീസ് ഇൻ ദ പാസ്റ്റ്. സ്തോത്രം. എന്തുകൊണ്ട് ഇന്നലകളെ കൊണ്ട് സമാധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു? സോ ദാറ്റ് ഇറ്റ് വോണ്ട് ഡിസ്റ്റർബ് യുവർ ഫ്യൂച്ചർ. നിന്റെ ഭാവിയെ അത് ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നിന്റെ ഭാവിയിലെ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഭാവിയിൽ നിനക്ക് സ്വസ്ഥത വേണമെങ്കിൽ, ഭാവിയിൽ നിനക്ക് സ്വസ്ഥത വേണമെങ്കിൽ, സ്തോത്രം, ഇന്നലകൾ സംബന്ധിച്ച് നിനക്കൊരു സമാധാനം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഭാവിയിൽ നിനക്കൊരു സ്വസ്ഥത ഉണ്ടായിരിക്കും. യേശു കർത്താവ് നിന്നെ വിളിച്ചിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യേശു കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത് കണ്ണുനീരിൽ ജീവിക്കാനല്ല, ദുഃഖപുത്രനായി ജീവിക്കാനല്ല, ഇറിറ്റേഷനിൽ ജീവിക്കാനല്ല, നിരാശയിൽ ജീവിക്കാനല്ല, പോരാട്ടത്തിലും യുദ്ധത്തിലും കേസിലും വഴക്കിലും തിന്മയിലും കയ്പിലും ജീവിക്കാനല്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്ത വാക്യം, എൻ്റെ മുഖമെടുത്ത് എന്നോട് പഠിപ്പിൻ. സ്തോത്രം. എന്നാൽ നിന്റെ ആത്മാക്കൾക്ക് സ്വസ്ഥത, ആശ്വാസം ലഭിക്കും. ആശ്വാസം ലഭിക്കും. യേശു കർത്താവ് നിന്നെ വിളിച്ചത് ആശ്വാസത്തിൽ ജീവിക്കാനാണ്, അല്ലാതെ സ്തോത്രം അതെ കാഞ്ഞിരം കുരു വിഴുങ്ങിയതുപോലെ ജീവിക്കാനല്ല. യേശു നിന്നെ വിളിച്ചിരിക്കുന്നത് സ്തോത്രം അസ്വസ്ഥതയിൽ ജീവിപ്പാനല്ല, പകരം സ്വസ്ഥതയിലത്രേ. നിന്റെ ഭാവിയിൽ നിനക്കൊരു സ്വസ്ഥത വെളിപ്പെടണമെങ്കിൽ, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തോട് നിനക്കൊരു പീസ് ആവശ്യം. സ്തോത്രം. പീസ് വിത്ത് യുവർ പാസ്റ്റ്. ബെസ്റ്റ് എക്സാമ്പിൾ ജോസഫ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 51 വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 51 വാക്യം വായിക്കുമ്പോൾ, യോസഫിന് 2 പിള്ളേരുണ്ടായി. യോസഫിന് 2 മക്കളുണ്ടായി. ആ 2 മക്കളുടെ മൂത്ത ആളുടെ പേര് മനശ്ശെ, രണ്ടാമത്തെ ആളുടെ പേര് എഫ്രീം. ഒരിക്കൽ കൂടെ, മൂത്തയാളുടെ പേര് മനശ്ശെ, രണ്ടാമത്തെ ആളുടെ പേര് എഫ്രീം. എന്താ മനശ്ശെ എന്ന പദത്തിനർത്ഥം? കേട്ടാട്ടെ, കണ്ണു തുറന്ന് കേൾക്ക്. മനശ്ശെ എന്ന പദത്തിന് അർത്ഥം, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. ഒരിക്കൽ കൂടെ, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി. 30-ാമത്തെ വയസ്സിൽ യോസഫ് പ്രധാനമന്ത്രിയായി, ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി. ഞാൻ ഒരിക്കൽ കൂടെ വീണ്ടും ചോദിക്കട്ടെ, 30 വയസ്സാകുമ്പോൾ നീ എസ്റ്റാബ്ലിഷ് ആയിരിക്കണം. 6 ആമേൻ കേട്ടു. ആ 6 ആമേൻ പറഞ്ഞവരെ മാത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതെ, 30 വയസ്സായപ്പോൾ യോസഫ് എസ്റ്റാബ്ലിഷ് ആയി. സ്തോത്രം. മേ ബി 2 years, വിത്തിൻ 2 years അവന് ദൈവം മൂത്ത കുഞ്ഞിനെ കൊടുത്തു കാണും, മനശ്ശയെ കൊടുത്തു കാണും. ലാസ്റ്റ് 32 years, കഴിഞ്ഞ 30 വർഷത്തിൽ 32 വർഷമായി താൻ അനുഭവിച്ച സകല തിന്മകൾ, ആ പൊട്ടക്കിണറ്റിൽ കിടന്നത്, അമ്മ തുണി ഉരിയെടുത്തത്, ഞാൻ ചത്തുപോയെന്ന് അപവാദം പറഞ്ഞത്, എന്നെ അടിമച്ചന്തയിൽ വിട്ടത്, മറ്റേ ചേച്ചി എന്നെ തേച്ചത്, സ്തോത്രം, എന്നെ ജയിലിലിട്ടത്, എന്നെ ഓർക്കേണ്ടവൻ കാല് മാറിയത്, എക്സെട്രാ 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 എക്സെട്രാ. സ്തോത്രം. അതെ, ഇത് മുഴുവൻ ദൈവം എന്നെ മറക്കുമാറാക്കി. എൻ്റെ പാസ്റ്റ് സ്തോത്രം പീസ് ആയതുകൊണ്ട് എൻ്റെ ഫ്യൂച്ചർ സ്വസ്ഥമായി. ഹല്ലേലൂയ. നിങ്ങൾ ഒത്തിരി പേർ ജീവിക്കുന്നത് പാസ്റ്റിലാണ്. നിങ്ങൾ ഒത്തിരി പേർ ജീവിക്കുന്നത് അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടാ. സ്തോത്രം. അങ്ങനെ നടക്കണ്ടായിരുന്നു. നിന്റെ പാസ്റ്റ് നിന്നെ മുന്നിലേക്ക് വിടുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു റിയർ മിറർ ഉണ്ടായിരുന്നു, പിന്നിലേക്ക് കാണാൻ വേണ്ടി ഒരു മിറർ ഉണ്ടായിരുന്നു. ആ കണ്ണാടിയിൽ മാത്രമേ ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് മുന്നിലേക്ക് വരുവാൻ കഴിയത്തില്ല. ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും പിന്നിലേക്ക് നോക്കി 1985, 87, 92, 94, 99 സ്തോത്രം. ഞാൻ പിന്നിലേക്ക് നോക്കി അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പിൻപിലുള്ളത് മറക്ക്.
സോക്രട്ടീസിനെ, പ്ലേറ്റോയ്ക്ക്, അരിസ്റ്റോട്ടലിന്, വേറെ ഓരോ നേതാവിനും നിന്റെ പാസ്റ്റിലേക്ക് പോയി അതിനെ റിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഒരുവനെ എനിക്കറിയാം, നസ്രയത്തിലെ ആശാരി. അവൻ നിന്റെ പ്രസന്റ് മാത്രമല്ല, നിന്റെ ഫ്യൂച്ചർ മാത്രമല്ല, നിന്റെ പാസ്റ്റിലേക്ക് ഇറങ്ങിപ്പോയി അതിനെ റിപ്പയർ ചെയ്യുവാൻ കഴിവുള്ളവനാണ്. Oh, peace with your past. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. അതുകൊണ്ട് എൻ്റെ ഇന്നലകളെ നോക്കി സ്തോത്രം എന്നെ വിധിക്കല്ലേ. ഒരിക്കൽ കൂടെ, എൻ്റെ ഇന്നലകളെ നോക്കി എന്നെ വിധിക്കല്ലേ. ഇന്നലെ ഒരു പാമ്പ് കടിച്ചെന്ന് വിചാരിച്ചു അവനിപ്പ ചത്ത് വീഴും, അവനിപ്പ ചത്ത് വീഴും. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, അവരെ മനസ്സ് മാറും. പെട്ടെന്ന് പറഞ്ഞേ, അവരെ മനസ്സ് മാറും. ഇന്നലെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ കാത്തിരിക്കുകയാണ്. നീതി ദീവി യവനെ വിടുന്നില്ല, യവനെന്തോ കുറവുണ്ട്, യവനെന്തോ കുഴപ്പമുണ്ട്, യവനെന്തോ ചുറ്റിക്കളിയുണ്ട്, അതുകൊണ്ടാണ് യവനെ പാമ്പ് കടിച്ചത്. ഞാൻ വെല്ലുവിളിച്ചു പറയട്ടെ, വിശുദ്ധ പുസ്തകം ഉയർത്തി പെർഫെക്റ്റായി ഒരുത്തനെ നീ കാണിച്ചുക. സ്തോത്രം. അതെ, പെർഫെക്റ്റായി ഒരു അണ്ണനെ നീ കൊണ്ടുവാ, അല്ലെങ്കിൽ കാണിച്ചതാ. പക്ഷേ വേദപുസ്തകം പറയുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്നവനായതുകൊണ്ട്, പഴയ പാമ്പിന്റെ തലയെ തകർത്തതായതുകൊണ്ട് പാമ്പ് ചത്തു, പൗലോസ് ജീവിച്ചു. ഹല്ലേലൂയ. ചാമ്പ്യന്റെ പ്രത്യേകത, എൻ്റെ ഇന്നലത്തെ ഹിസ്റ്ററി പറഞ്ഞ് എൻ്റെ ഡെസ്റ്റിനിയെ നിനക്ക് തടയുവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, എൻ്റെ ഹിസ്റ്ററി പറഞ്ഞ് എൻ്റെ ഡെസ്റ്റിനിയെ നിനക്ക് തടയുവാൻ കഴിയത്തില്ല. അവൻ ഹിസ്റ്ററി മേക്കറാണ്. അവൻ ഈ ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചതും ഈ ഭൂമിയിലേക്ക് അവൻ്റെ പാദം സ്പർശിച്ചതും ചരിത്രം BC എന്ന് AD എന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടു എങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത പുതിയൊരു ചരിത്രം നിന്നിൽ ആരംഭിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിന്റെ കഴിഞ്ഞകാല സകല പാപത്തെ അവൻ സ്തോത്രം അതേ ആഴക്കടലിൽ എറിഞ്ഞു കളഞ്ഞ അവൻ ഇനി ഓർക്കത്തില്ല. കാരണം ദൈവം മലയാളിയല്ല. ഒരിക്കൽ കൂടെ ഉറങ്ങിയിരുന്ന ആരാണ്ട് ഇപ്പോഴാണ് കണ്ണു പറഞ്ഞത്. ഒരിക്കൽ കൂടെ, നിന്റെ കഴിഞ്ഞകാല സകല പാപത്തെ ദൈവം ആഴക്കടലിൽ എറിഞ്ഞു കളഞ്ഞ അവൻ ഇനി ഓർക്കത്തില്ല. മനുഷ്യനോർക്കും, മനുഷ്യൻ പലപ്പോഴും മറക്കത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, കള്ളം പറയാത്ത, കാര് വരാത്ത, തേക്കാത്ത, ഇട്ടേച്ചു പോകാത്ത ദൈവം പറയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഇനി ഓർക്കയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പീസ് വിത്ത് യുവർ പാസ്റ്റ്. ചാമ്പ്യൻ്റെ പ്രത്യേകതയാണ് പീസ് വിത്ത് യുവർ പാസ്റ്റ്. സ്തോത്രം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ലെറ്റ് നോ വൺ കൺട്രോൾസ് യു. ലെറ്റ് നോ വൺ കൺട്രോൾ യു. ആരും നിന്നെ കൺട്രോൾ ചെയ്യാതിരിക്കട്ടെ. കൺട്രോൾ എന്ന് പറയുന്ന ഡീമണാണ്. കൺട്രോൾ എന്ന് പറയുന്ന പിശാചാണ്. കൺട്രോൾ എന്ന് പറയുന്ന സാത്താനാണ്. ഗുഡ് മോർണിംഗ് സാർ, സ്റ്റാൻഡ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. പറ ടീച്ചറെ. ലെഫ്റ്റ് ഹാൻഡ്. ആ പുള്ളിക്കാരിക്ക് ആദ്യം ലെഫ്റ്റാ, നമുക്കെല്ലാവർക്കും റൈറ്റാ. രാവിലെ എഴുന്നേറ്റ് വന്ന ലെഫ്റ്റ് ഹാൻഡ്, പിന്നെ ഫ്രണ്ട്, പിന്നെ റൈറ്റ് ഹാൻഡ്, ഫ്രണ്ട്. കൺട്രോൾ ഈസ് ഡബിൾ. തെളിയിക്കാം. അമ്മച്ചി വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി മറ്റേ ആപ്പിളിൽ കയറി പിടിച്ചപ്പോൾ ദൈവം കൈ തട്ടിയില്ല. അതേത് പുസ്തകത്തിലാണ് കിടക്കുന്നത്? മലാക്കിക്കും മത്തായിക്കും ഇടയ്ക്കുള്ള. ഹൗവ പഴത്തിൽ കയറി പിടിച്ചപ്പോൾ ദൈവം കൈതട്ടാൻ വന്നില്ല. ദൈവം നിന്നെ എന്നെ സൃഷ്ടിച്ചത് ഫ്രീ വില്ലിലാണ്. ആരും നിന്നെ കൺട്രോൾ ചെയ്യല്ല. ഹല്ലേലൂയ. The person in control of your happiness is you. നിന്റെ സന്തോഷത്തെ സ്തോത്രം നീ ആയിരിക്കണം നിയന്ത്രിക്കേണ്ടത്. അല്ലാതെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട്, ഡേവിഡേ എന്നെ കണ്ടിട്ട് സന്തോഷമുണ്ടോ? പിച്ചിനെ കൊള്ളോ, അങ്കിൾ കൊള്ളോ, സാറാ കൊള്ളോ, സുജിനെ അങ്കിൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്കിളിനെ ഇഷ്ടപ്പെട്ടോ? മനുഷ്യന് ഇഷ്ടപ്പെടുത്തില്ല. നീ ചത്താലും മനുഷ്യന് ഇഷ്ടപ്പെടത്തില്ല. ചാവുമ്പോൾ കണ്ണടയുമായിരിക്കും. അപ്പോഴും മനുഷ്യൻ വന്ന് പറയും, മൂക്കടഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ നിനക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. ഒരു സാറിനെ, ഒരു മേഡത്തിനെ, ഒരു അച്ചാച്ചനെ, ഒരു അമ്മാമ്മയെ, ഒരു പാസ്റ്ററെയും, ഒരു പ്രവാചകനെയും നിനക്ക് തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തില്ല. പക്ഷേ ഈ ഫാദേഴ്സ് ഡേക്ക് എൽ ഷഡായ് അവനെ നിനക്ക് തൃപ്തിപ്പെടുത്തുവാൻ കഴിയും.
നീ എത്ര പാടിയാലും, എത്ര കീബോർഡ് വായിച്ചാലും, എത്ര കീബോർഡ് ചുമന്നാലും, എത്ര പ്രസംഗിച്ചാലും, എങ്ങനെ പ്രവചിച്ചാലും, എങ്ങനെ ശുശ്രൂഷിച്ചാലും, എങ്ങനെ നീ ചത്താലും ജനത്തിന് വേണ്ട. അവർ പറയും പത്തനംതിട്ടയിൽ നിന്ന് നീ ചത്താൽ ഞങ്ങൾ വേറെ ആളിനെ കൊണ്ടുവരും. യു കനോട്ട് ട്രസ്റ്റ് പീപ്പിൾ. സ്തോത്രം. യു കനോട്ട് ട്രസ്റ്റ് പീപ്പിൾ. സ്തോത്രം. പക്ഷെ നിനക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുവനെ എനിക്കറിയാം. പർവ്വതങ്ങൾ മാറി കുന്നുകൾ നീങ്ങും എങ്കിലും എൻ്റെ ദയ. ഫാദേഴ്സ് ഡേ നിനക്ക് ആശ്രയിക്കാൻ, നിനക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുവനുണ്ട്. അവനാണ് കർത്താവ്. യോർദാൻ്റെ കരയിൽ ആ ശബ്ദം കേട്ട്, ട്രസ്റ്റിൻ്റെ ശബ്ദം. സ്തോത്രം. മറുരൂപ മലയിൽ, ഹെർമോൻ മലയിൽ ആ ശബ്ദം കേട്ടു. യെരുശലേം ചേർച്ചിൻ്റെ കോംപ്ലക്സിൽ ആ ശബ്ദം കേട്ടു. നീ രാവിലത്തെ വാട്സപ്പ് മെസ്സേജ് അതായിരുന്നു. നിങ്ങൾ എത്ര പേര് കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. യോർദാൻ്റെ കരയിൽ. സ്തോത്രം. എഗെയിൻ അതെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഹെർമോന്യ മലയിൽ, അത് കഴിഞ്ഞിട്ട് യെരുശലേം കോംപ്ലക്സിൽ, ടെമ്പിൾ കോംപ്ലക്സിൽ 3 സ്ഥലത്തും സെയിം ഫ്രീക്വൻസി ഓഫ് വോയിസിൽ 3 സ്ഥലത്ത് ഒരേപോലെ മാറ്റമില്ലാത്ത 3 ശബ്ദം ഒരേപോലെ കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേൻ. ഓ, ഇവൻ എൻ്റെ നാമം മഹത്വപ്പെടുത്തിയിരിക്കുന്നു, വീണ്ടും മഹത്വപ്പെടുത്ത്. അതുകൊണ്ട് പ്ലീസ് മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നിർത്ത്. നിന്റെ സന്തോഷത്തെ, സ്തോത്രം, അതെ വേറൊരുത്തനല്ല കൺട്രോൾ ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടെ, അയ്യോ അവരെന്നെ വിളിച്ചില്ല, അവരെന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, അവരെന്നോട് സംസാരിച്ചില്ല, അവരെന്നെ നോക്കിയില്ല, അവരെന്നെ കൈയഴിഞ്ഞു. നോ, നിന്റെ സന്തോഷം മറ്റൊരുത്തനല്ല നിയന്ത്രിക്കേണ്ടത്. നിന്റെ സന്തോഷം അവിടെയാണ്. അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങൾ. ഹല്ലേലൂയ. അവൻ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ലെങ്കിൽ who cares about that? അവൻ കണ്ടിട്ട് മിണ്ടിയില്ല, അവൾ കണ്ടിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പുറത്തൊക്കെ ക്യൂ നിൽക്കുന്ന. സ്തോത്രം. ഒരു വാതിൽ അടഞ്ഞെങ്കിൽ അപ്പുറത്തെ 100 കണക്കിന് വാതിൽ തുറക്കാനുണ്ട്. ഞാൻ ആശ്രയിക്കുന്നത് കാണുന്ന മണ്ഡലത്തിലുള്ള മനുഷ്യനെയല്ല, ഞാനൊരു ഷോ ഹോഴ്സ് അല്ല, ഞാനൊരു വാർ ഹോഴ്സ് ആണ്. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച്. Number 3, don't push by problems. നിന്റെ പ്രശ്നങ്ങളല്ല മുന്നിലേക്ക് നയിക്കേണ്ടത്. നിന്റെ പ്രശ്നങ്ങളല്ല നിന്റെ മുന്നിലേക്ക് നയിക്കേണ്ടത്. അയ്യോ എന്താ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? സ്തോത്രം. അയ്യോ ഇങ്ങനെ പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി, ഈ പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നു, ഈ പ്രോബ്ലം വന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈ പ്രശ്നം വന്നതുകൊണ്ട് 3 ഇരിക്കാം, അല്ലെങ്കിൽ 7 ഇരിക്കാം, അല്ലെങ്കിൽ 21 ഇരിക്കാം എന്ന് തീരുമാനിച്ചു. പ്രശ്നം കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ലൈഫേ ഇരിപ്പായി പോകും. നിന്റെ സ്തോത്രം പ്രശ്നമല്ല നിന്റെ മുന്നിലേക്ക് നയിക്കേണ്ടത്, നിന്റെ സ്വപ്നമായിരിക്കണം നിന്റെ മുന്നിലേക്ക് നയിക്കേണ്ടത്. ഓ കമാൺ. വേറെ ആരെങ്കിലും വന്നൊന്ന് പ്രസംഗിക്കുക, ഞാനൊന്ന് നൃത്തം ചെയ്യട്ടെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൻ്റെ എൻജിൻ നിന്റെ പ്രോബ്ലംസ് അല്ല, നിന്റെ സ്വപ്നങ്ങളാകണം. ജീവിതത്തിൽ സ്വപ്നമുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്. യെസ് 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 കമാൺ. ജീവിതത്തിൽ സ്വപ്നമുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് കുട്ടി, ആ സ്വപ്നം ഒരിക്കലും ചത്തുപോകത്തില്ല. ഞാൻ പറയുന്നത് മാനുഷികമായിട്ടുള്ള ഹാലൂസിനേഷൻ അല്ല. സ്തോത്രം. ഞാൻ പറയുന്ന ഏതോ ഫാൻറ്റസി അല്ല, ദൈവമില്ലാത്ത, ദൈവം അറിയാത്ത ഏതോ സ്തോത്രം ഹാലൂസിനേഷൻ അല്ല ഞാൻ പറയുന്നത്. ദൈവം നിനക്കൊരു സ്വപ്നം തന്നെങ്കിൽ, ദൈവം സർവശക്തനായ വിശുദ്ധനായ ദൈവം നിനക്കൊരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നം ഒരിക്കലും മരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആ ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയും, ആ കുഴിയുടെ അരികിൽ വെച്ച് അവർക്ക് എൻ്റെ പല നിറത്തിലുള്ള ഉടുപ്പിനെ ഊരിയെടുക്കാൻ കഴിഞ്ഞ, പക്ഷേ എൻ്റെ സ്വപ്നത്തെ അവർക്ക് മോട്ടിക്കാൻ പറ്റിയില്ല. ഒരിക്കൽ കൂടെ, എൻ്റെ പുറത്ത് കിടന്നതായ ആ ഉടുപ്പിനെ ഊരുവാൻ അവർക്ക് കഴിഞ്ഞു, പക്ഷേ എൻ്റെ അകത്ത് എൻ്റെ ദൈവം തന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ആ സ്വപ്നത്തെ ഊരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതമാക്കുന്നതായ നിന്റെ ചാരിയറ്റിൽ, ജീവിതമാക്കുന്ന നിന്റെ രഥത്തിൽ നീ കെട്ടുന്നത് നിന്റെ പ്രശ്നമാകുന്ന കുതിരകളെ ആകല്ലേ. ബ്യൂട്ടിഫുൾ. ഒരിക്കൽ കൂടെ പറയാം, നിന്റെ ജീവിതമാക്കുന്നതായ നിന്റെ രഥത്തിൽ പ്രശ്നങ്ങളാക്കുന്ന കുതിരകളല്ലയാ നീ കെട്ടേണ്ടത്. അയ്യോ ആരേലും വന്നൊന്ന് പറ, എക്സ്ട്രാ പൈസ വേണ്ട. ഒരിക്കൽ കൂടെ പറയാ, ജീവിതമാക്കുന്നതായ ചാരിയറ്റിൽ, ജീവിതമാക്കുന്നതായ രഥത്തിൽ പ്രശ്നങ്ങളാകുന്ന കുതിരയല്ല കെട്ടേണ്ടത്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, കുതിര മാറ്റി കെട്ടണം. പെട്ടെന്ന് പറഞ്ഞേ, കുതിര മാറ്റി. പ്രശ്നങ്ങളാകുന്ന ചാരിയറ്റ്സ് അല്ല നിന്റെ ജീവിതത്തെ മുന്നിലേക്ക് നയിക്കേണ്ടത്, പകരം സ്വപ്നങ്ങളാകുന്ന കുതിരകളാകട്ടെ.
പറഞ്ഞത്. അതെങ്ങനെയാ? 2 എക്സാമ്പിൾ പറയാം. പ്രശ്നം വന്നു, ക്ഷാമം വന്നു. അബ്രഹാം സ്തോത്രം തന്റെ ജീവിതത്തിന്റെ കുതിരയെ, ക്ഷാമമെന്ന കുതിരയെ കെട്ടി അബ്രഹാം ഈജിപ്തിലേക്ക് പോയി. കിട്ടിയത് ഹാഗറാണ്, ഇഷ്മായേലാണ്. മഹ്ലോൻ കില്ലിയോൻ എലിമലേക്ക്, മഹ്ലോൻ കില്ലിയോൻ എലിമലേക്ക്, 2 പിള്ളേരും ഒരു ഒപ്പനും. എലിമലേക്ക് ക്ഷാമം എന്ന പ്രശ്നം വന്നപ്പോൾ അവനും സ്തോത്രം മോവാബിലേക്ക് ഓടിപ്പോയി. 3 ആണുങ്ങൾ ആ വീട്ടിൽ നഷ്ടപ്പെട്ടു. സ്തോത്രം. ജീവിതമെന്ന രഥത്തിൽ പ്രശ്നമെന്ന കുതിരയാണെങ്കിൽ നീ പരാജയപ്പെടുക. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ജീവിതമെന്ന രഥത്തിൽ സ്വപ്നങ്ങളാണെങ്കിൽ ഇന്ന് ദൈവകൃപയാൽ സ്വപ്നം കാണുന്നവർ നാളെ മക്കളിൽ, കൊച്ചുമക്കളിൽ ആ സ്വപ്നം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കാണുക. എല്ലാ അന്തർദേശീയ ശുശ്രൂഷകരെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്, എല്ലാ ചർച്ച് പ്ലാന്റേഴ്സും കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്, രാജ്യങ്ങളുടെ പ്രവാചകന്മാർ, പ്രവാചകിമാർ, അതേ സ്വപ്നങ്ങളെ, ഹല്ലേലൂയ, സ്വപ്നങ്ങളുള്ളവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്, യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കാണുന്നവർ ടൈപ്പ് ചെയ്ത് വിട്ടെ. ഡ്രീംസ് നെവർ ഡൈസ്. സ്വപ്നങ്ങൾ മരിക്കുന്നില്ല, സ്വപ്നങ്ങൾ മരിക്കുന്നില്ല, സ്വപ്നങ്ങൾ മരിക്കുന്നില്ല. ടൈപ്പ് ചെയ്ത് വിട്. സ്വപ്നങ്ങൾ മരിക്കുന്നില്ല. നിന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. നോട്ട് ഇന്റിമിഡേഷൻ ബട്ട് ദ ഫിയർ ഓഫ് ഗോഡ്. മനുഷ്യ ഭയത്തിലല്ല ചാമ്പ്യന്മാർ ജീവിക്കേണ്ടത്, ദൈവഭയത്തിലാണ്. അവരറിഞ്ഞാൽ എന്തോ ചെയ്യും? അവരറിഞ്ഞാൽ എന്തോ ചെയ്യും? എവരറിഞ്ഞാൽ എന്തോ ചെയ്യും? അയ്യോ, മറ്റേ മഞ്ഞപ്പത്രക്കാരൻ അറിഞ്ഞാൽ എന്തോ ചെയ്യും? സ്തോത്രം. ഇൻറ്റിമിഡേഷനിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, മനുഷ്യഭയത്തിലല്ല ജീവിക്കേണ്ടത്. മനുഷ്യഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല. എന്തൊരു ശാന്തത! നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടുന്നെങ്കിൽ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. നല്ല മഴയാണ്, 7 മണിയായപ്പോൾ കറണ്ട് പോയി. ഭും, അടുത്ത റൂമിലേക്ക് പോകത്തില്ല. രക്തത്താൽ കഴുകണമേ. വെള്ളിയാഴ്ചയാണെങ്കിൽ തീർന്നു. 13-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ തീർന്നു. 2 ബൈബിളായിരിക്കും തലേണയുടെ തെക്കും വടക്കും ഇരിക്കുന്നത്. 13-ാം തീയതി വെള്ളിയാഴ്ച, 13 ഫ്രൈഡേ. എല്ലാ പോരാട്ടവും ഇറങ്ങുവാൻ ചാൻസ് ഉള്ള ദിവസം. ഭൂതം എന്ന് കേട്ടാൽ ഭയങ്കര പേടിയാ ചിലർക്ക്. ഈ ഒരു മീറ്റിങ്ങിൽ ഭൂതമിളകിയാൽ എന്തോ ആരാധനയായിരിക്കും എന്നറിയോ? സ്തോത്രം. ഭൂതത്തെ കാണുമ്പോഴാണ് ചിലർക്ക് റിവൈവൽ വരുന്നത്. അതിനെക്കുറിച്ച് ബ്രദർ സുരേഷ് ബാബു ഇങ്ങനെ പറയും, ബന്ധുക്കളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഭൂതത്തെയല്ല ഭയപ്പെടേണ്ടത്, നിങ്ങൾ മനുഷ്യനല്ല ഭയപ്പെടേണ്ടത്, നിങ്ങൾ മീഡിയയല്ല ഭയപ്പെടേണ്ടത്, നിങ്ങൾ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. കാരണം ഇത്രത്തോളം നിങ്ങൾ നിന്നതല്ല, ദൈവം നിങ്ങളെ നിർത്തി. ഇത്രത്തോളം നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. ഇത്രത്തോളം നിങ്ങൾ ആയതല്ല, ദൈവം നിങ്ങളെ ആക്കി. ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിങ്ങൾ ഭയപ്പെടുന്ന സകല വിഷയങ്ങളും നിന്റെ ചപ്പലിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം വേദപുസ്തകം പറയുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ചേച്ചിമാര് കേൾക്കണം കേട്ടോ. നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ ഈ പുസ്തകം പറയുന്നു, നിന്നെ ന്യായം വിധിക്കുന്ന ഈ പുസ്തകം പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാർ. ആരുടെയോ വാനാറ്റമുള്ള സ്തോത്രം വായല്ല നീ ഭയപ്പെടേണ്ടത്, ദൈവത്തെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അരിമത്തയിലെ യോസെഫിന്റെ കല്ലറ നിമിത്തം ഒരു അപവാദം പുറപ്പെട്ടു. അരിമത്തയിലെ യോസെഫിന്റെ കല്ലറ നിങ്ങൾക്കറിയോ? സ്തോത്രം. യെരുശലേമിൽ നിന്നുമുണ്ട്. അരിമത്തയിലെ യോസെഫിന്റെ കല്ലറ നിമിത്തം ഒരു അപവാദം പുറപ്പെട്ടു. റോമൻ സാമ്രാജ്യം സ്തോത്രം ചില ആൾക്കാരെ വിലക്ക് മേടിച്ച് അന്നത്തെ മീഡിയയിൽ പ്രസിദ്ധപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ വന്ന് ഈ ബോഡിയെ മോഷ്ടിച്ചിട്ട് പോയി. അന്നത്തെ അപവാദമായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർ വന്ന് ഈ ബോഡിയെ മോഷ്ടിച്ചിട്ട് പോയി. ആരാ ഇത് പറയിപ്പിച്ചത്? ഏതോ ഞാഞ്ഞൂലല്ല, ഏതോ സ്തോത്രം സാധാ വ്യക്തികളല്ല, വലിയൊരു സാമ്രാജ്യമാണ് പറഞ്ഞത്. വലിയൊരു സാമ്രാജ്യമാണ് പറഞ്ഞത്. യെസ്, അവൻ്റെ ബോഡിയെ മോഷ്ടിച്ചിട്ട് പോയി. പക്ഷെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ കള്ളം നിലനിന്നില്ല. ആ കള്ളത്തെ സഭ അതിജീവിച്ചു. കഴിഞ്ഞ 2000 വർഷമായി പാതാള ഗോപുരം പറഞ്ഞ കള്ളങ്ങൾ ഫലിക്കാതെ
പാതാള ഗോപുരങ്ങൾ പറയുന്ന സകല ദുർഭൂതങ്ങൾ ഇത് കേട്ട് ഇന്ന് പകൽ നെർവസ് ആകുക. പാതാള ഗോപുരം പറഞ്ഞതായ സകല കള്ളങ്ങൾ അതേ സ്തോത്രം നിഷ്കാസനം ചെയ്യപ്പെടെ നിർവീര്യമാക്കി ദൈവസഭ മുന്നേറിയെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ പറഞ്ഞ ഒരൊറ്റ കള്ളവും നിലനിൽക്കത്തില്ല. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഒരത്ഭുതം കൂടെ നമ്മൾ കാണാം. പറഞ്ഞേ, ഒരത്ഭുതം കൂടെ നിങ്ങൾ കാണാം. സ്തോത്രം, നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു വാർ ഹോഴ്സ് ആണ്. അതുകൊണ്ട് സ്തോത്രം, പീസ് വിത്ത് ദ പാസ്. നിന്റെ ഇന്നലകൾ എന്ത് സംഭവിച്ചാലും വിട്ടുകളാ. കാരണം നിന്റെ ഫ്യൂച്ചർ എത്രയോ മഹത്തരമാകുവാൻ വേണ്ടി പോകുന്നു. വേറെ ആരും നിന്നെ കൺട്രോൾ ചെയ്യല്ലേ. തൃത്വത്തിൽ മൂന്നാമനായി കർത്താവ് തന്നെ നിങ്ങളെ നടത്തുകയും നയിക്കുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ പ്രശ്നങ്ങളല്ല നിന്നെ പുഷ് ചെയ്യേണ്ടത്, നിന്റെ സ്വപ്നങ്ങളായിരിക്കണം നിന്നെ മുന്നിലേക്ക് നയിക്കേണ്ടത്. കേട്ടവൻ ആമേൻ പറഞ്ഞാട്ടെ. മനുഷ്യ ഭയത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, 100% ദൈവ ഭയത്തിൽ അത്രയും നിങ്ങൾ ജീവിക്കേണ്ടത്. കാരണം വേദപുസ്തകം പറയുന്നു, യഹോവന്റെ വിളിച്ചും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? പറ, യഹോവന്റെ ജീവന്റെ ബലമാകുന്നു, ഞാൻ ആരെ പേടിക്കും? സഭാപ്രസംഗി 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ ശലോമോൻ പറയുന്നു, എല്ലാറ്റിൻ്റെ സാരം കേൾക്ക്. ഈ ഫാദേഴ്സ് ഡേക്ക് എല്ലാറ്റിൻ്റെ സാരം കേൾക്ക്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു ഈ സെക്കൻഡ് സെഷൻ വന്ന സകല മനുഷ്യർക്കും വേണ്ടിയത്. നിനക്ക് വേണ്ടിയത് ദൈവത്തെ ഭയപ്പെട്. ഒരു മനുഷ്യനെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇന്ന് ജീവിച്ച് നാളെ കുഴിയിലേക്ക് ഇറങ്ങുന്ന മനുഷ്യനല്ല പേടിപ്പിക്കേണ്ടത്, മനുഷ്യനല്ല ഭയപ്പെടേണ്ടത്. അതേ, അവൻ കല്ലറയിലില്ല, അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. നീ ഒരു ചാമ്പ്യൻ ആണെങ്കിൽ, നീ ഒരു വാർ ഹോഴ്സ്, നീ ഒരു ചാമ്പ്യൻ ആണെങ്കിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യല്ലേ. സ്തോത്രം, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. നീ സ്തോത്രം ഒരു ചാമ്പ്യൻ ആണെങ്കിൽ മറ്റുള്ളവരുമായി നീ കമ്പയർ ചെയ്യല്ലേ. അയ്യോ, അവരെ മക്കൾ ഡോക്ടറായി, എൻ്റെ മക്കൾ ഡോക്ടറായില്ലെങ്കിൽ എന്തോ ചെയ്യും? അവരെ മക്കൾ ബിടെക് പാസ്സായി, എൻ്റെ മക്കൾ നടന്നെങ്കിൽ എന്തോ സംഭവിക്കുക? അവരെ മക്കൾക്ക് ഇന്ന ഡിഗ്രി ഉണ്ടായി. സ്തോത്രം, കമ്പയർ ചെയ്യല്ലേ. എപ്പോഴാണ് നിങ്ങൾ കോമ്പറ്റീഷൻ എടുക്കുന്നത്? എപ്പോഴാണ് കമ്പാരിസൺ എടുക്കുന്നത്? തിരുവചനം പറയുന്നു, സ്തോത്രം, നീ വരണ്ട ദേശത്തേക്ക് താമസം മാറ്റിയിരിക്കുന്നു. അവിടെ നിങ്ങൾ വരണ്ടിരിക്കുക. മനസാന്തരപ്പെട്. മറ്റുള്ളവരുമായി നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ. എൻ്റെ പോർഷൻ നിങ്ങൾക്കെടുക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ പോർഷൻ എനിക്കെടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ പോർഷൻ വേറൊരുത്തന്നെ തട്ടിയെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഓഹരിയെ പരിപാലിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പുറത്തെ ബെന്നിയൻ വന്ന് സഭ സ്ഥാപിച്ചാലും ഇപ്പുറത്തെ TD ജാക്സ് വന്ന് സഭ സ്ഥാപിച്ചാലും ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, അതേ, ചില കാര്യം ചിലയിടത്ത് നടക്കണമെങ്കിൽ ഞാൻ പോയാലേ നടക്കത്തുള്ളൂ. ദൈവം നിന്റെ പേരിൽ ചിലത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങിയാലും തമ്പുരാൻ കൊടുക്ക. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവം, കേട്ടില്ല, ദൈവം എൻ്റെ ഓഹരിയെ പാലിക്കുന്ന. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ദൈവം എൻ്റെ ഓഹരിയെ പാലിക്കുന്ന. സഹോദരി സഹോദരന്മാർ, നിന്റെ ഓരോ അനുഗ്രഹത്തെ, നിന്റെ ഓരോ പോർഷനെ മനുഷ്യൻ വോട്ടിട്ടല്ല തന്നത്. ഹലോ, ഏതോ കൗൺസിൽ, ഏതോ ഡീക്കൻ നിനക്ക് വോട്ടിട്ടല്ല തന്നത്. ലോക സ്ഥാപനത്തിന് മുൻപേ, കണ്ണു തുറന്ന് നിങ്ങൾക്ക്, ലോക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തു യേശു, സ്തോത്രം, അതെ, നിന്നെ കർത്താവിൽ തിരഞ്ഞെടുത്തു. ക്രിസ്തു യേശുവിൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. നിന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കുന്നു. എത്ര പേർ കേട്ടിട്ട് കർത്താവിൻ്റെ ഓഹരി? കേട്ടിട്ട് കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവിൻ്റെ ഓഹരി. കർത്താവാണ് നിൻ്റെ ഓഹരി. എടോ, കർത്താവാണ് ഓഹരി. കർത്താവ് നിൻ്റെ ഓഹരി എങ്കിൽ കായംകുളം കൊച്ചുണ്ണിക്ക് അവനെ അടിച്ചു മാറ്റാൻ പറ്റുമോ? പോയി. ഏതോ കായംകുളംകാരനെ തിരിച്ചു നോക്കി. സ്തോത്രം, കർത്താവാണ് ഓഹരിയെങ്കിൽ ഏതെങ്കിലും കള്ളന്, ഏതെങ്കിലും കൊള്ളക്കാരന് കർത്താവിനെ മോട്ടിക്കാൻ പറ്റുമോ? നെവർ, നോ വേ, ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് സെക്യൂർ ആയിരിക്കുക. അതുകൊണ്ട് സ്തോത്രം, ഇൻസെക്യൂർ ആയില്ലേ, സെക്യൂർ ആയിരിക്കുക. സ്തോത്രം, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് നിർത്ത്. നിന്റെ പോർഷൻ വന്നുകൊണ്ടിരിക്കുന്നു. In the name of Jesus. കാരണം ദൈവം നിന്നെ സൃഷ്ടിച്ചത് വേറൊരുത്തൻ്റെ കാർബൺ കോപ്പി ആയിട്ടല്ല. ദൈവം, ഒരിക്കൽ കൂടെ, ദൈവം നിന്നെ സൃഷ്ടിച്ചത് വേറെ തൻ്റെ കാർബൺ കോപ്പി ആയിട്ടല്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഞാൻ നിങ്ങളെ പോലെയല്ല. മൂത്തോക്കി പറഞ്ഞേ,
മോത്തോക്കി പറ, കള്ളന്മാരെ കള്ളികളെ മോത്തോക്കത്തില്ല. പറ, ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ നിങ്ങളെ പോലെയല്ല. അർത്ഥം, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ദൈവം നിന്നെ ഉപയോഗിക്കുന്നത്, ദൈവം നിന്നെ കരുതുന്നത്, ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത്, നിന്റെ ഭവനത്തിൽ അടുത്ത നീ കാത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതൽ നടക്കുന്നത് മറ്റേ വീട്ടിൽ നടന്നതുപോലെ അല്ല. പകരം ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ അത്രേ. In the name of Jesus. അതുകൊണ്ട് നീ ഒരു സിറോസ്കോപ്പി അല്ല. In the name of Jesus. നീ ഒരു സിറോസ്കോപ്പി അല്ല. വേറൊരാളിനെ പോലെയല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത്. മറ്റൊരാളിനെ പോലെയല്ല ദൈവം നിന്നെ നടത്തുന്നത്. വേറൊരാൾ വീട്ടിൽ നടന്നതുപോലെയല്ല നിന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണം. മറ്റൊരാളിനെ പ്രവചിക്കുന്ന പോലെയല്ല നീ പ്രവചിക്കുന്നത്. വേറൊരാൾ അന്യഭാഷ പറയുന്ന പോലെയല്ല നീ അന്യഭാഷ പറയുന്നത്. മറ്റൊരാൾ നൃത്തം ചെയ്യുന്ന പോലെയല്ല നീ ദൈവത്തെ ആരാധിക്കുന്നത്. ഓ, കൈയടിക്കുന്ന നേരെ കൈയടിക്ക്. ഫാദേഴ്സ് ഡേ. ഹല്ലേലൂയ. അവൻ നിന്റെ ഓഹരിയാണ്. ദൈവം നിന്റെ ഓഹരിയെ പരിപാലിക്കുന്നു. എൻ്റെ ഒരു മാസ്റ്റർ മെസ്സേജ് പറയട്ടെ, ഒരു ഭയങ്കര ദൂതായി പറയട്ടെ, ഈ ഫാദേഴ്സ് ഡേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ പറയട്ടെ, എല്ലാ ഗോത്രങ്ങളും 12 ഗോത്രം അഹ്റോനെതിരെ പറഞ്ഞു ഇൻക്ലാബ് സിന്ദാബാദ്. പക്ഷേ ആ രാത്രിയിൽ അഹ്റോന്റെ വടി തളർത്തു. ബൈബിൾ ഉയർത്തിക്കുക എല്ലാവരും, ബൈബിൾ ഉയർത്തി, എല്ലാവരും ബൈബിൾ ഉയർത്ത്. ആരൊക്കെ പൂട്ടി വെച്ചു 12 കഴിഞ്ഞായപ്പോഴേ, ചില 15 പോട്ടി. എല്ലാവരും ബൈബിളിർക്ക്. ഈ ജൂൺ 2nd ഹാഫിന് നിനക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ ദൈവം സൈലന്റ് ആക്കാൻ പോകുന്നു. ഈ ജൂൺ 2nd ഹാഫിന് നിനക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ ദൈവം സൈലന്റ് ആക്കുക. സംഖ്യാപുസ്തകം 17 അധ്യായമാണ് ഞാൻ പറഞ്ഞത്. ഹേ അഹ്റോനെ, നിനക്കെതിരെ ഈ ജനം സംസാരിക്കുന്നത് ഞാൻ നിർത്തലാക്കുക. കാരണം സ്തോത്രം, ഈ ടാബർനാക്കിളിന്റെ ഈ സമാഗമന കൂടാരത്തിന്റെ ഈ ശുശ്രൂഷയുണ്ടല്ലോ, സ്തോത്രം, ഈ ശുശ്രൂഷ അത് ഞാൻ നിനക്ക് തന്നത്. ഒത്തിരി ക്രൂരരുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവർക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോ മോർ കമ്പാരിസൺ. സ്തോത്രം, താരതമ്യം ഇല്ല. ആമേൻ. നമ്പർ 6, 6ാമതായി ചാമ്പ്യന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. നിന്റെ സന്തോഷം ഒരിക്കലും കളയില്ല. രാവിലെ ഐ എം സോറി, ഇന്ന് ഞാൻ ഒത്തിരി തിരുവനന്തപുരം മലയാളമായിപ്പോയി. ഐ എം സോറി. രാവിലെ ഭയങ്കര മഴ. സന്തോഷമില്ലെങ്കിൽ നിനക്ക് ബലമില്ല. സന്തോഷമില്ലെങ്കിൽ ബലമില്ല. നെഹെമ്യാ 8:10 പറയുന്നു, യഹോവയെങ്കിലാ സന്തോഷം നമ്മുടെ ബല. നിനക്കെതിരെ സംസാരിക്കുന്നവർ കാണും. നിനക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന ക്രൂര മനുഷ്യരുണ്ടായിരിക്കും. ക്രൂരരായ മനുഷ്യർ. കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾ എന്ത് പാവമെന്നറിയോ? എന്തോ ഞാൻ പറഞ്ഞേ? എന്തോ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾ. ഇടുക്കി ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, മയിലാടുംപാറ. കേട്ടുണ്ടോ? കേട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി. മയിലാടുംപാറ. പോയിട്ടുള്ളവർ കരങ്ങൾ ചലിപ്പിച്ച്. മയിലാടുംപാറ. മയിലാടുംപാറ. കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ സഭായത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഒരു 2 മണിക്ക് 3 മണിക്ക് ഇടയ്ക്ക്, ഏർലി മോർണിംഗ്, രാത്രി 2-3 ഇടയ്ക്ക് ഒരു കടുവ വന്ന് ഒരു പട്ടിയെ ഓടിച്ചു. നിങ്ങൾ അറിഞ്ഞോന്ന് അറിയത്തില്ല. കടുവ പട്ടിയെ ഓടിച്ചു. ബൈ ദ ബൈ, ഒരു പെൺകുട്ടി, നമ്മുടെ ഇടയിലുള്ള ഒരു പെൺകുട്ടി, അവളുടെ ഫോണിൽ എൻ്റെ പേര് ഫീഡ് ചെയ്തിരിക്കുന്ന കടുവയെന്നാണ്. അവൾ വരുന്നത് പേട്ടയിൽ നിന്നാണ്. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. ഞാൻ ഈ വളരെ നിഷ്കളങ്കനായതുകൊണ്ട് കുറച്ച് കൂടുതൽ പറയാൻ സാധ്യതയുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ച്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച മയിലാടുംപാറയിൽ ഒരു കടുവ ഒരു പട്ടിയെ ഓടിച്ചു. പട്ടി ഓടി ഒരു കുഴിയിൽ ചാടിയ. അപ്പോൾ പട്ടി കുഴിയിൽ ആ പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ കടുവയും കൂടെ വീണു. ചിലരൊക്കെ ഫേസ്ബുക്കിൽ കണ്ടതാണ്, വായിച്ചതാണ്.
തമിഴ് മീഡിയ മുഴുവൻ അത് സ്തോത്രം, ലീഡിംഗ് ചാനൽ മുഴുവൻ, സൺ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ളത് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്, അത് ന്യൂസായി വന്നതാണ്. ആദ്യം പട്ടി, അതോടൊപ്പം കടുവയും കൂടെ പൊട്ടക്കിണറ്റിൽ വീണ് മണിക്കൂറുകൾ കടന്നു. 3 മണിയായി, 4 മണിയായി, 5 മണിയായി, 6 മണിയായി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് തൊഴിലാളികൾ അതുവഴി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ തൊഴിലാളികൾ നടന്നു പോയ ഒരു വല്ലാത്ത സ്വരത്തിൽ പട്ടി ഇങ്ങനെ കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. കുരയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആ തൊഴിലാളികൾ പറഞ്ഞു, ഈ പട്ടി ഇവിടെ ഇങ്ങനെ ഈ ടോണിൽ കുരയ്ക്കാൻ എന്താ കാര്യം? എവിടെ നിന്നാണ് പട്ടി കുരയ്ക്കുന്നത്? അവർ വന്ന് നോക്കിയപ്പോൾ കുഴിയിൽ നിന്നാണ് പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കുമ്പോൾ സ്തോത്രം, ഒരു പട്ടി ആ കുഴിയിലുണ്ട്. തൊട്ടടുത്ത് ഒരു കടുവയുണ്ട്, നല്ല കടുവ. ആ കടുവ ഓർത്തഡോക്സ് ആണോ, കാത്തലിക്സ് ആണോ, മർത്തോമിയാണോ, CSI ആണോ? മിക്കവാറും പെന്തക്കോസ്റ്റല്ല. നോ 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 പേടിപ്പിക്കാതെ, പെന്തക്കോസ്റ്റല്ല. എന്തുകൊണ്ട് പെന്തക്കോസ്റ്റ് അല്ലെന്ന് പറഞ്ഞു? മുമ്പ് എന്നെ കണ്ടിട്ട് പോകണം. സ്തോത്രം. ഒരിക്കൽ കൂടെ ഓക്കെ, സ്തോത്രം. കാരണം 2 മണി മുതൽ 6 മണി വരെ 4 മണിക്കൂർ ആ പട്ടിയെ ആ കടുവ ഒന്നും ചെയ്തില്ല. ആ കുഴിയിൽ വീണിട്ട് ആ പട്ടിയെ, കടുവയുടെ കൂടെ താമസിക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ പേടിച്ചു എന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കമാൻ, എല്ലാം വന്നിട്ടുണ്ട് ഫാദേഴ്സ് ഡേക്ക്, നോഹയുടെ പെട്ടകം. സോ നോക്ക്, സ്തോത്രം. സോ ആ കടുവ ആ പട്ടിയെ ഒന്നും ചെയ്തില്ല. സമശിക്ഷാവിധിയിലായിരിക്കുന്ന വ്യക്തികളെപ്പോലെ ആ കുഴിയിൽ കിടന്നതായ പട്ടിയെ കടുവ ഒന്നും ചെയ്തില്ല. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ കൂടെ പാർക്കുന്നവർ, ഈവൻ എക്സെട്ര പല ആൾക്കാർ ആ കടുവയേക്കാൾ വളരെ ക്രൂരരാണ്. ഇൻ ജീസസ് നെയിം, വന്യമായ സ്വഭാവങ്ങൾ മുഴുവൻ നമ്മിൽ നിന്ന് വിട്ടുമാറി ഈ പുസ്തകം മുഴുവൻ സ്നേഹമാണ്. ഈ പുസ്തകം മുഴുവൻ മനസ്സലിവാണ്. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം മറ്റൊരുത്തൻ കൊണ്ടുപോകരുത്. വാട്ട് എവർ ഹാപ്പൻസ്, എത്ര വലിയ വേവ്സ് നിങ്ങൾക്കെതിരെ വന്നാലും, എത്ര വലിയ വെല്ലുവിളികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്താലും, എത്ര വലിയ തീച്ചുളയിലാണെങ്കിലും, ദൈവകൃപയാൽ പറയണം, എൻ്റെ പിടുത്തം സൈഡിലല്ല, എൻ്റെ പിടുത്തം അവനിലാണ്. അവൻ എന്നെ കൈവിടുകയുമില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ തലയിലെ രോമങ്ങൾ അവൻ എണ്ണി അറിഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. നീ നദികളിലൂടെ കിടക്കുമ്പോൾ അവൻ നിന്നെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. ഖമാൻ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. അത് പഠിക്കുന്ന name of Jesus, എന്ത് സംഭവിച്ചാലും സന്തോഷത്തിലിരുന്നേ. കമാൻ, 2 കരങ്ങളിൽ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. നമ്പർ 7, ചാമ്പ്യൻ കോഴ്സിൻ്റെ സ്തോത്രം. ചാമ്പ്യൻസിൻ്റെ അവസാനത്തെ പ്രത്യേകത, ദൈവകൃപയാൽ നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത് എത്ര മോശം സാഹചര്യത്തിലെങ്കിലും ദൈവകൃപയാൽ നിങ്ങൾ പറയും, സ്തോത്രം, ഐ ക്യാൻ അക്കംപ്ലിഷ് ദാറ്റ്. എനിക്കത് നിറവേറ്റാൻ കഴിയും, എനിക്കത് നേടാൻ കഴിയും. സ്തോത്രം. ഒരു 7 പേരെ തൊട്ട് പ്രവചിച്ച് പറ, മൂത്ത് നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾക്കത് നേടാൻ പറ്റും. പറഞ്ഞാട്ടെ, മൂത്ത് നോക്കി പറ, നിങ്ങൾക്കത് നേടാൻ പറ്റും. പറ, സ്തോത്രം, നിങ്ങൾക്കത് നേടാൻ പറ്റും. 7 പേരെ ഇരുന്ന 7 പേരെ തൊടാൻ പറ്റുമെന്ന് ആരാ പറഞ്ഞേ? 7 പേരെ. നിങ്ങൾക്ക് അത് നേടാൻ പറ്റത്തുള്ളൂ. നിനക്ക് അത് നേടാൻ പറ്റും. നിങ്ങൾക്കത് നേടാൻ പറ്റും. ഇൻ ദി നെയിം ഓഫ് ജീസസ്. സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾക്കത് നേടാൻ പറ്റും. ആരും നേടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് നേടാൻ കഴിയത്തില്ല എന്നല്ല പുസ്തകം പറയുന്നത്. ആരും നേടാത്തത് നിങ്ങൾക്കത് നേടാൻ പറ്റും. ഹല്ലേലൂയ. ആർക്കും നേടാൻ കഴിയാത്തത് നിങ്ങൾക്കത് നേടാൻ കഴിയും. In the name of Jesus. ഇപ്പോൾ കൈയടിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിന്റെ നേട്ടങ്ങളാണ് ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത്.
യെസ്, നിങ്ങൾക്കത് നേടാൻ പറ്റും. എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും, എത്ര വെല്ലുവിളികളുണ്ടെങ്കിലും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ല്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്ക്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ല്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്ക്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ ഒരു ഫാദർ ഇതാ എഴുന്നേറ്റിരിക്കുകയാണ്. ആ ഫാദർ തൻ്റെ മക്കളെ വിളിച്ചിട്ട് ആ ഫാദർ തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. നിന്റെ വീട്ടിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കാം നടക്കുന്നത്. നിന്റെ വീട്ടിൽ ശപിക്കുന്ന ഒരു അപ്പനായിരിക്കാം നിനക്കുള്ളത്. നീ നന്നാകത്തില്ലടാ, നന്നാകത്തില്ലടി എന്ന് പറയുന്ന ഒരു അപ്പനായിരിക്കാം നിനക്കുള്ളത്. നിന്റെ നോക്കി നീ ശരിയാകത്തില്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പറയുന്ന അപ്പനായിരിക്കാം നിനക്കുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, അനുഗ്രഹിക്കുന്ന ഒരു അപ്പനെ, ശാപത്തെ അനുഗ്രഹം ഒരു അപ്പനെ, പരാജയത്തെ ജയമാക്കുന്ന ഒരു അപ്പൻ, താഴ്ചകളെ ഉയർച്ചകളാക്കുന്ന ഒരു അപ്പൻ, ഹല്ലേലൂയ, തിന്മകളെ നന്മകളാക്കുന്ന ഒരു അപ്പൻ നിനക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനാകുന്ന യാക്കോബ് തൻ്റെ മകൻ യോസെഫിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, എടാ ഈ യോസെഫേ, നിനക്ക് നേരെ വേലി കെട്ടുന്നവരുണ്ട്, നിനക്ക് നേരെ വില്ലെടുക്കുന്നവരുണ്ട്, നിനക്ക് നേരെ അസ്ത്രം എയ്യുന്നവരുണ്ട്. പക്ഷെ അവരവിടെ ഉള്ളപ്പോൾ തന്നെ അവൻ്റെ മതിലിന് മീതെ പടരുന്നതായ ഒരു മുന്തിരി വള്ളി പോലെ നീ സക്സസ് ആകാൻ പോകുന്നു. നീ പടരുവാൻ പോകുന്നു. Come on, പടരുവാൻ പോകുന്നു. ഹല്ലേലൂയ. ശബ്ദമുയർത്തി കരങ്ങളെ അടിച്ച് ശക്തിയോടെ ആരാധിച്ച് ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ തിന്മകളെ നീ മറന്നാടെ. മറ്റുള്ളവർ പറഞ്ഞത് ക്യാൻസൽ ചെയ്താടെ. മറ്റുള്ളവർ പറഞ്ഞത് നിന്നിൽ നടക്കത്തില്ല. കാരണം നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു വാർ ഹോഴ്സ് ആണ്. അലക്സാണ്ടറിന്റെ സ്തോത്രം യുദ്ധക്കുതിയുടെ പേരായിരുന്നു ബ്യൂസിഫലസിന്റെ മുൻപിൽ ചെണ്ട കൊട്ടിയാൽ വല്ലതും നടക്കുമോ? നെപ്പോളിയന്റെ കുതിരയുടെ പേരാണ് മെറൻഗോയുടെ മുൻപിൽ സ്തോത്രം പഞ്ചവാദ്യം അടിച്ചത് കൊണ്ട് അത് പേടിക്കുവോ? ഈ ചെണ്ടമേളവും പഞ്ചവാദ്യം കൊണ്ട് അത് രക്ഷപ്പെടുവോ? അത് സ്തോത്രം പേടിക്കുവോ? കാരണം സ്തോത്രം യുദ്ധക്കളങ്ങളിൽ എത്രയോ പീരങ്കിയുടെ ശബ്ദം കേട്ട്, യുദ്ധക്കളങ്ങളിൽ എത്ര പീരങ്കിയുടെ ശബ്ദം കേട്ട് സ്തോത്രം അതേ മുന്നോട്ട് കൊതിച്ച ഈ മഹാരാജാക്കന്മാരുടെ കുതിരകൾക്ക് ലോകത്തിലുള്ള മറ്റ് ശബ്ദങ്ങൾ ഒന്നുമല്ല. In Jesus' name. തിന്മകളായി നിങ്ങൾ കേൾക്കുന്നതായ സകല ശബ്ദങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കൃപയാൽ നിനക്കൊരു നന്മയുടെ പ്രകാശനമുണ്ട്. നീ ഒരു ഷോ ഹോഴ്സ് അല്ല, നീ ഒരു വാർ ഹോഴ്സ് അത്രേ.